പലപ്പോഴും ഇപ്പോൾ ഈ നോമ്പിൻ്റെ മുമ്പ് പോലും കാഷ്വാലിറ്റിയിൽ ഞരമ്പ് മുറിച്ചൊരു പെൺകുട്ടി പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വളരെ കൂടുതലാണ്. ഞരമ്പ് മുറിച്ച് കണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കും. ഇപ്പോൾ പണ്ടുള്ളതിനേക്കാളൊക്കെ കൂടുതലാണ്. ഇപ്പം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഞരമ്പ് എവിടെയെന്നൊക്കെ അറിയാം, അതുകൊണ്ട് മുറിച്ചൻ്റെ സ്ഥലമൊക്കെ അറിയാം. നല്ല പഠിപ്പുള്ള പെൺകുട്ടികളായതുകൊണ്ട്. പെൺകുട്ടികളാണ് പൊതുവേ ഞരമ്പ് മുറിച്ചിട്ട് സാധാരണ വരിക. ഇപ്പം നമ്മളെ മുസ്ലിം പേരുള്ള മുസ്ലിം മദ്രസകളിൽ 10 വരെ പഠിച്ച ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ കുറവുള്ള കുട്ടികളല്ല ഈ ഞരമ്പ് മുറിക്കണത്. 10 വരെ മദ്രസ പഠിച്ച് പലപ്പോഴും മദ്രസ എന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഞരമ്പൊക്കെ മുറിക്കണം. അപ്പം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ഉമ്മ ചീത്തറിഞ്ഞിന് ഞരമ്പ് മുറിച്ച. അപ്പം ഉമ്മ ഇത്രയും കാലം ഓളം അങ്ങനെ ചീത്തറിഞ്ഞിട്ടില്ല. അത്ര പൊതുവേ ഉമ്മ ചീത്ത പറയലുണ്ടെങ്കിലും ഇത്ര കടുപ്പത്തിൽ ഉമ്മ പറഞ്ഞിട്ടില്ല. അപ്പം അതിലേക്ക് ഭയങ്കര വിഷമം. പിന്നെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഞരമ്പ് മുറിച്ചിട്ട് വരും. ഭർത്താവ് മോശമായി പെരുമാറി, മോശമായി എന്ന് പറഞ്ഞാൽ മൂപ്പർ അങ്ങനെയൊന്നും സാധാരണ പറയില്ല, എന്ന് ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞു പോയി, അങ്ങനെ മൂപ്പർ പറയാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ അമ്മായിമ്മ എന്തെങ്കിലും പറഞ്ഞു. ഇതേവരെ ഒരു അമ്മായിമ്മ ഞരമ്പ് മുറിച്ച് വന്നിട്ടില്ല. ഞാൻ 10 കൊല്ലമായി കാഷ്വാലിറ്റി ഞരമ്പ് മുറിച്ചാലും കാണും. ഒരു അമ്മായിമ്മ ഇത്രയും കാലം മരുവോളെ ഇടങ്ങാറാക്കിയാണ്ട് ഞരമ്പ് മുറിച്ച് വന്നില്ല. ഇടങ്ങാറാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു സ്ത്രീ വന്നിരുന്നു. അത് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു, ഗുളിക കൊടുത്തു, മാറണില്ല. അപ്പോൾ സാധാരണ നമ്മൾ വേദനൻ്റെ ഗുളിക കൊടുത്താൽ തൽക്കാലം വേദന കുറയും, അങ്ങനെ ഉണ്ടായില്ല. നമ്മളിപ്പോൾ രണ്ടാമത്തെ വരവ് വരുമ്പോൾ എങ്ങനെ ഉണ്ടുമ്മാ ചോദിച്ചാൽ എത്താൻ മനെ ഗുളിക കുടിച്ചുമ്പോൾ ഒരു സുഖമുണ്ട്, ആ ഗുളികൻ്റെ നേരം കഴിയുമ്പോൾ പിന്നെയും വേദനയാണെന്ന് പറയും. അതാണ് അതിൻ്റെ ശരിയായ മറുപടി. കാരണം വേദനൻ്റെ ഗുളിക കുടിച്ചുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഉമ്മ 2 വട്ടം ഗുളിക മാറ്റി കൊടുത്തിട്ട് മത്താൻ്റെ ഗുളിക കുടിച്ചിട്ട് വരുത്തം കൂടിയേക്കാണല്ലോ എന്നാണ്. അപ്പോൾ സത്യത്തിൽ അമ്മക്ക് വരുത്തല്ല എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഞാൻ അമ്മാനോട് ചുമ്മ ഒരു അമ്മ കേട്ടോ, ഉമ്മ എന്ന് ഞാൻ പറഞ്ഞതുള്ള ഒരു അമ്മയാണ്. അപ്പം അമ്മാനോട് ചോദിച്ചു, എന്താ അമ്മ, എന്ത് വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിച്ചു. എൻ്റെ മകൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ മകൻ കൊല്ലുമെന്ന് പറഞ്ഞതിനാണ് ഈ നെഞ്ചുവേദന വരുന്നത്. അപ്പോൾ എന്തിനാ മകൻ കൊല്ലണമെന്ന് വെച്ചാൽ മരുവോൾ ഇങ്ങനെ ഓനെ സ്വീപ്പാക്കി കല്യാണം കഴിഞ്ഞാൽ മോൻപ്പന്നോട് വലിയ വർത്താനമൊന്നുമില്ല, ഇപ്പോൾ ആളായേക്കാണ്. എന്നിട്ട് ഇപ്പം എന്നെ മാണ്ടത്ര ഇനിയിപ്പോൾ ഇനി പെരിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി എന്നെ കൊല്ലും തള്ളയെന്ന് പറഞ്ഞേക്കണത്. ദേഷ്യപ്പെട്ടപ്പോൾ മകൻ എന്താ കൊല്ലും തള്ളയെന്ന് പറഞ്ഞേക്കണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സമാധാനം കിട്ടുന്ന വീടിനെ പറ്റി അള്ളാഹു മസ്കൻ എന്നെല്ലാം പറയും. ഏറ്റവും സമാധാനം കിട്ടുന്ന സ്ഥലമാണ് വീട്. അവിടെ പോലും ഉമ്മ പറയുന്നത് മകൾക്ക് പറ്റുന്നില്ല, അമ്മായിമ്മ പറയുന്നത് മരുമകൾക്ക് പറ്റുന്നില്ല. അങ്ങനെ ആളുകളൊക്കെ തമ്മിൽ വലിയ മാനസിക സംഘർഷത്തിലും പ്രയാസത്തിലുമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മുജാഹിദീങ്ങളാണെന്നൊക്കെ വിചാരിക്കുന്ന മുജാഹിദ് കുടുംബങ്ങളിൽ പോലും മരുമക്കൾ അമ്മായിമ്മൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പം കാര്യങ്ങൾ വളരെ മോശമാണ്. അപ്പോൾ എന്തുകൊണ്ടോ സഹോദരങ്ങളെ, ഈ ഒരു ഇസ്ലാം അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു സമാധാനം, അതാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അല്ലെ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ പടച്ച എൻ്റെ റബ്ബിന് ഞാൻ പൂർണ്ണമായി വഴിപ്പെടുമ്പോൾ എൻ്റേതായ ഒരിഷ്ടങ്ങളുമില്ല, എല്ലാം പടച്ചോൻ്റെ ഇഷ്ടങ്ങൾ, എല്ലാം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഖളാ ഖദർ അനുസരിച്ചാണ്. ഇപ്പം എൻ്റെ പിതാവ് എന്നോട് ദേഷ്യപ്പെട്ടു, എൻ്റെ അമ്മായിമ്മ എന്നോട് ദേഷ്യപ്പെട്ടു, എൻ്റെ ഉമ്മനെ ചീത്ത പറഞ്ഞു. സഹോദരങ്ങളെ, ഈ ചീത്ത പറഞ്ഞതെല്ലാം തന്നെ അള്ളാഹു അവൻ്റെ ഖദറിൽ നാം ജനിക്കുന്നതിൻ്റെ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് രേഖപ്പെടുത്തിയ കാര്യമാണ്. ഇന്ന ദിവസം ഇന്ന മരോള എന്നെ അമ്മായിമ്മ ചീത്ത പറയും. അത് നമ്മളെങ്ങനെ ശ്രദ്ധിച്ചാലും അത് നമ്മൾ കേൾക്കേണ്ട ചെയ്യും. അവിടെ ക്ഷമിക്കാൻ കഴിയുക. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ക്ഷമിക്കാൻ പറ്റുന്നത്? ഇപ്പം ഈ പെൺകുട്ടികളോടൊക്കെ ചോദിക്കുമ്പം അവർ പറയുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ ഭയങ്കര എൻ്റെ ഭർത്താവിന് ജീവൻ്റെ അങ്ങേയറ്റം ഞാൻ സ്നേഹിക്കണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മൂപ്പരെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ മൂപ്പർക്ക് അതിൻ്റെ 1/4 ഭാഗം കൂടി ഇങ്ങോട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാനാണ് ഏറ്റവും ഇഷ്ടം, എനിക്ക് പെൺകുട്ടി പറയാം. പക്ഷെ ആ ഉമ്മാക്ക് എന്തില്ല, ഉമ്മാക്ക് എന്നോട് വലിയൊരു സ്നേഹമൊന്നുമില്ല. അപ്പം ഇവിടെയൊക്കെ ആളുകളുടെ നിരാശയുടെ കാര്യങ്ങൾ, ആത്മഹത്യക്ക് ശ്രമിക്കാത്തോലും നിരാശപ്പെട്ട് കഴിയുന്ന ആളുകളൊക്കെ ഒരു ആത്മസംതൃപ്തി. ഇപ്പം ഈ സൂഫികളായ ആളുകൾ, ഇസ്ലാമിന് അന്യമാണ് സൂഫിസം, എന്നാലും ഈ സൂഫികളൊക്കെ എഴുതിയ പുസ്തകങ്ങളും കിതാബുകളൊക്കെ വായിച്ചുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. പണ്ടൊരു ത്വരീക്കത്തുനിന്ന് മുജാഹിദിലേക്ക് വന്നൊരു ചങ്ങായിനോട് സംസാരിച്ചപ്പോൾ എന്നോട് പറയാണ്, ഞങ്ങൾക്ക് ഏറ്റവും ജീവിതത്തിൽ സുഖം കിട്ടിയത് ഞാൻ ആ ത്വരീക്കത്തിലുള്ള കാലത്താണ്. മനസ്സിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ പറഞ്ഞ രാവിലെ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞുകൊണ്ട് ആലുവ ചിസ്തി, ഏതോ ഒരു ചിസ്തി ഓരോ വലിയൊരു ഷെയ്ഖുണ്ട്,
അയാളെ മനസ്സിലാലോചിച്ചുകൊണ്ട് 1000 വട്ടം എന്തോ ചെല്ലാണ്ട് സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ. നിങ്ങൾ കേൾക്കി, ഓരോ തരീക്കത്താണത്. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചമ്രം പടിഞ്ഞിരുന്നിട്ട് മൂപ്പര് എന്തോ ഒരു ദിക്ർ, അതൊരു എത്രയോ വട്ടം ചെല്ലും, 1000 വട്ടം എന്നോട് പറഞ്ഞ ഓർമ്മ. അതിങ്ങനെ മൂപ്പരാ ഷെയ്ക്കിനെ അങ്ങനെ ആലോചിച്ച് ചെല്ലണ അത്ര സുഖം നമ്മളെ സാധാ ദിക്റില്ല, കിട്ടൂല. ഷെയ്ത്താൻ്റെ ഓരോ കളിയൊക്കിങ്ങൾ. നമ്മളിപ്പോൾ ദിക്റിലുണ്ടല്ലോ രാവിലെ, നമ്മളിപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് എങ്ങനെയെങ്കിലും ഈ ദിക്റിൽ മണ്ടണം ചരിച്ച് കണ്ടൊക്കെ സുബ്ഹാനല്ലാഹി ഉപയോഗിച്ചൊക്കെ പറഞ്ഞ ചെല്ലണോലുണ്ട്, മെല്ലെ ചെല്ലണോലുണ്ട്, സ്പീഡ് ചെല്ലണോലുണ്ട്. ചെല്ലണോല് നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമ്മൾക്കൊന്നും കിട്ടാത്ത ഒരു സുഖം സൂഫികൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഓല് പറയണത്. ഓല് എഴുതിയത് വായിച്ചാലൊക്കെ അങ്ങനെയാണ്. എന്നാൽ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരുടെ ഇമാമികൾ ഇതേപോലെ എഴുതിയ കിതാബുകൾ വായിച്ചാലും അവരും ഭയങ്കര സുഖം അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ ആയത്തുണ്ട്. ഇപ്പൊ നമ്മൾ 2-3 കത്തം തീർത്തോലാണ് ഈ മുന്നിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ. സൂറത്തുർ റഹ്മാനിലെ ആയത്താണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. റബ്ബിന്റെ സ്ഥാനം ഭയപ്പെടുന്ന, നാളെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ വിചാരണക്ക് നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ബോധത്തോടു കൂടി ദുന്യാവിൽ ജീവിച്ചോന് 2 സ്വർഗമുണ്ട്. 2 സ്വർഗം. എന്തിനാ 2 സ്വർഗം? ഒന്ന് വാടക കൊടുക്കാനാ? ഇതിനാ 2 സ്വർഗം? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, ആ 2 സ്വർഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ദുന്യാവിലെ സ്വർഗമാണെന്നാണ്. ആ ദുന്യാവിലെ ജീവിതത്തിൽ സ്വർഗം ആസ്വദിക്കാത്തവൻ ആഖിറത്തിലെ സ്വർഗം കിട്ടൂല എന്ന് മൂപ്പര് പറഞ്ഞു. അതേ ഈ ദുന്യവിയായ ജീവിതത്തിലൊരു സ്വർഗമുണ്ട്. മക്കൾക്ക് അസുഖമാണ്, ക്യാൻസറാണ്, ഭർത്താവിന് മാറാവ്യാധിയാണ്, ആക്സിഡൻ്റായി നടക്കാൻ വയ്യ, പ്രയാസങ്ങളാണ്. ഭൗതികമായി നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്. ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ട് വേണം ജീവിക്കാൻ. എന്നാലും ഒരു സുഖമുണ്ട് ജീവിതത്തിന്, മനസ്സിലൊരു സുഖം. കാരണം എൻ്റെ റബ്ബിനെ എങ്ങനെ പരീക്ഷിക്കണം. ഇവിടെ കുറേ ആൾക്കാരെ പൈസക്കാരാക്കിയതും കുറേ ആളുകളെ പാവങ്ങളിൽ നിന്ന്, വല്ല സഹോദരങ്ങളെ, പാവങ്ങളെക്കാൾ കഷ്ടപ്പെടുന്നവർ, പാവങ്ങൾ എന്ന് പറഞ്ഞാൽ റേഷൻ പിടിയിൽ നിന്ന് അരി വാങ്ങി തൊടുവിൽ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് വല്ല കർമൂസൊക്കെ ഉണ്ടാക്കിയാലും ജീവിക്കുകയൊക്കെ ചെയ്യാം. ജീവിക്കാൻ കുറേ പൈസൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നോക്കി, ജീവിതം നിലനിർത്താൻ മുന്നോട്ട് പോകാൻ കുറേ വരുമാനം വേണമെന്നില്ല. റേഷൻ പിടിയിൽ നിന്ന് കിട്ടുന്ന അരി ഒന്നിങ്ങനെ തൊടുവൊക്കെ ഇറങ്ങി ആരാൻ്റെ തൊടുന്നൊരു കർമൂസട്ടി അത് ചാറിച്ചാലും ജീവിച്ചു പോവും. സർക്കാർ ആശുപത്രി കൊണ്ടുപോയാൽ മതി. അസുഖം ഉണ്ടാകുമ്പം, കൂടുതൽ വലിയ അസുഖം ഉണ്ടാകുന്ന പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചികിത്സ നടക്കൂലെങ്കിൽ ഈമാനോടെ മരിച്ചാൽ മതി. ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി കുട്ടികളെ, ചിലവില്ല. ഇപ്പം ജീവിക്കാൻ വലിയ ചിലവിൻ്റെ ആവശ്യമില്ല. ചിലവ് പിന്നെ എന്തിനാ വെച്ചാൽ 2-3 ഫോൺ റീചാർജ് ചെയ്യണം, പെണ്ണുങ്ങളെ ഫോൺ റീചാർജ് ചെയ്യണം, നമ്മളെ ഫോൺ നെറ്റ് ഡാറ്റ വേണം, യൂട്യൂബ് കാണണം, വീഡിയോ കാണണം, കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം, ഇപ്പോൾ കപ്സ തിന്നണം, ബിരിയാണി തിന്നണം, റേഷൻ പിടിയിൽ അരി പറ്റൂല, മട്ടരി ചോറ് തിന്നണം, നല്ല ജയൻ്റെ അരിൻ്റെ ചോറ് വേണം, മണം പറ്റൂല. അതിനാണ് ചിലവ്, അല്ല സാധാ ജീവിതത്തിന് ചിലവില്ല. അപ്പം ഈ ദുന്യാവിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം ആസ്വദിക്കുക എന്നുള്ളതാണ്. അത് മുൻകഴിഞ്ഞ ഇമാമിങ്ങളും പണ്ഡിതന്മാരും നല്ല ദീനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് നുകർന്ന ആളുകളൊക്കെ അത് അനുഭവിച്ചിരുന്നു. നമ്മളെ കാലഘട്ടത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അങ്ങനെ ഇസ്ലാമികമായൊരു ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്താൻ പറ്റില്ല. നമുക്കെന്നും പ്രയാസമാണ്. 5 നേരം നിസ്കരിക്കണം. 5 നേരം നിസ്കരിച്ച് പറഞ്ഞാൽ അത്ര സിമ്പിളൊന്നുമല്ല. അത് കുറച്ച് മെനക്കെടനെ. ഒരു ഏർപ്പാടുള്ളവനോട് ചോദിച്ചാൽ മതി. ഒന്നിങ്ങനെ 100 സ്കരിച്ച് വന്ന് പള്ളിക്ക് വന്ന് പിന്നെ അസർ സ്കരിച്ചാനാവും, അസർ സ്കരിച്ച് വന്നാൽ മഗ്‌രിബ് സ്കരിച്ചാനാവും. അങ്ങനെ അത്ര ഈസി ഒന്നല്ല. ചിലർക്ക് പറയും 5 നേരം നിസ്കരിച്ചാൽ പോരെന്നൊക്കെ ചോദിച്ചു. സംഭവം അങ്ങനെ ഈസി ഒന്നല്ല നിസ്കരിച്ചാൽ. അത് അതിൻ്റെ മട്ടും പാട്ടിനനുസരിച്ച് നിസ്കരിച്ചാൽ കുറച്ച് സമയമൊക്കെ എടുക്കും. അതൊരു ഏർപ്പാടുള്ളവന് കുറച്ച് ഇടങ്ങാറൊക്കെ ഉണ്ടെങ്കിൽ. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ മതം ഭയങ്കര ഇടങ്ങാറാണ്. നോമ്പ് വിൽക്കുക, ഈ നോമ്പിന് കുറേ തരിക്കഞ്ഞിയും കുറേ ഇതും, വൈകുന്നേരം ഒരു ഉച്ചക്ക് തുടങ്ങണം, ഞാൻ എന്തൊക്കെ ഉണ്ടാക്കണം, എന്നിട്ട് ഈ അത്തായം വരെ തിന്നാനുള്ളതും. ഈ അത്തായൊക്കെ ഓരോരുത്തർ തിന്നണണ്ടാൽ ചില ആൾക്കാരെ വിചാരം അത്തായം എന്ന് പറഞ്ഞാൽ രാത്രി വൈകുന്നേരം ആകുവോളം പട്ടിണി വെക്കാതെ അത്ര തിന്നണം എന്ന് അത്തായം എന്ന് പറഞ്ഞാൽ. അങ്ങനെ തിന്നേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ മതത്തിൻ്റെ എല്ലാം കൂടി എല്ലാം ഒരു പ്രയാസകരമായി കാണുന്ന ആളുകളുണ്ട്. ഹറാം, അവിടെ നോക്കിയാൽ ഹറാം, ഇങ്ങോട്ട് നടക്കാൻ വെച്ചാൽ അങ്ങോട്ട് നോക്കാൻ വെച്ചാൽ ഇതെന്തോ വലിയൊരു ഈ മതം എന്നുള്ളതൊരു പ്രയാസമാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് ആളുകളൊക്കെ മതത്തെ കാണുന്നത്. ജീവിതത്തിൻ്റെ ഇസ്ലാമിൻ്റെ ഒരു സുഖമുണ്ട്. റബ്ബിൻ്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിൻ്റെ തണലിങ്ങനെ നിൽക്കുമ്പം നമുക്ക് കിട്ടുന്ന വലിയൊരാശ്വാസമുണ്ട്. അത് 90% മുസ്ലിങ്ങൾക്കും കിട്ടുന്നില്ല. എല്ലാവരും പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇപ്പം ഈ പറഞ്ഞ നരമ്പ് മുറിച്ച കുട്ടിയാക്കും, ഈ വീട്ടിൽ അമ്മായിമ പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാണ് കുട്ടികളൊക്കെ. ഇവർക്കെല്ലാം തന്നെ ഈ ഇത്രയും മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്രയും മതവിധി സ്കൂളിൽ പോയി മദ്രസയിൽ പോയിട്ട് 10 വരെ പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ച് ഇസ്ലാംകാരും ഈമാൻകാരും കുറേ ഹദീസും അർബഊന നബിയൊക്കെ കാണാപാഠം പഠിച്ച കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടത്തെ മാതിരി ഒന്നല്ല ഇപ്പോൾ. എന്നിട്ടും എന്താണ് അള്ളാഹുവും അവൻ്റെ റസൂലും
പഠിപ്പിച്ച ഈ കാര്യങ്ങളിൽ നമുക്ക് കിട്ടേണ്ട ഒരു തണലുണ്ട്, ഈ മതത്തിൻ്റെ ഒരു തണൽ. അത് കിട്ടാത്തത് എന്താണ്? അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കും. ജീവിതം ഒരു ഭാരമാണ് എന്ന് തോന്നുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ പരിശോധിച്ചാൽ 2-3 കാരണങ്ങൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഈമാൻ്റെ പകുതിയായ ആ മനസ്സിൻ്റെ ഒരു വൃത്തി, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പം പാപമാണ് എന്ന് അറിയാത്ത കുഴപ്പം ഇവിടെ ആർക്കില്ല. പലിശ തെറ്റാണ്, മൊബൈലിലേക്ക് അനാവശ്യകരമായ കാഴ്ചകൾ കാണൽ, വെറുതെ സമയം കളയൽ തെറ്റാണ് എന്നറിയാത്തവരാരുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പാപങ്ങളുമായി നമുക്ക് രാജിയാകാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ നമ്മളെ ലക്ഷ്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ഒരു തിരിച്ചറിവ് വരാണ്ട്. ആ അറിവിലേക്ക്, ആ തിരിച്ചറിവാണ് സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് 13 കൊല്ലം കൊണ്ട് കൊടുത്തത്. മക്ക കാലഘട്ടത്തിൽ അവർ നേടിയത് അതാണ്. അത് നമുക്കും ആ പോയിന്റിലേക്ക് എത്താതെന്നാൽ നമുക്കും ഇത് ആസ്വദിക്കാൻ പറ്റൂല. ഈ മതം എന്നുള്ളത് ഒരു സമാധാനമായി സുരക്ഷിതത്വമായി അള്ളാഹു റബ്ബ് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ മൂസാ നബിന്റെ പേരാണ് ഏറ്റവും കൂടുതലുള്ളത്. 120 ചില്ലാനം തവണ മൂസാ നബിന്റെ പേരുണ്ട്. ബനു ഇസ്രായേലിന്റെ ചരിത്രമുണ്ട്. എന്താ ബനു ഇസ്രായേലിന്റെ ചരിത്രം? സൂറത്തുൽ ബഖറയെ പറ്റി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബഖറ പഠിച്ചവൻ ഹാഫിളാണെന്ന്. ഖുർആൻ മുഴുവൻ പഠിച്ചവനെ പറ്റിയല്ല, ബഖറ പഠിച്ചവനെ പറ്റി. കാരണം ബഖറ സൂറത്തൊരു സംഭവമാണ്. അതിന്റെ തുടക്കം തന്നെ എന്താ? ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഖുർആനെ പറ്റി പറയണം. എന്നിട്ട് 3 ആളുകളെ പറ്റി പറയാം. വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ ആരാണ്, കാഫിരീങ്ങൾ ആരാണ്, മുനാഫിക്കുകൾ ആരാണ്. എന്നിട്ട് അത് 3ഉം പറഞ്ഞതിന് ശേഷം മനുഷ്യ കുലത്തെ അഭിസംബോധന ചെയ്ത് അള്ളാഹ് പറയണം, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. ലോകത്തെ ഏറ്റവും വർഗീയതല്ലാത്ത വിശ്വാസമാണ് അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. നോക്കി, അള്ളാഹിനെ നല്ല പറഞ്ഞത്, നിങ്ങളുടെ റബ്ബിനെ, നിങ്ങൾ ആരാ സൃഷ്ടിച്ചത്? ആ റബ്ബിനെ, നിങ്ങളെ വാപ്പാരും കാരണവന്മാരൊക്കെ ഉണ്ടാക്കിയ ഒരു റബ്ബുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന, നിങ്ങളെ മരിപ്പിക്കുന്ന റബ്ബുണ്ട്. ആ റബ്ബിനാണ് ആരാധിക്കേണ്ടത്. എന്തു വർഗീയതല്ലാത്ത വിശ്വാസം നോക്കി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ ചരിത്രം പറയാം. മനുഷ്യനുണ്ടാക്കിയതും ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സ്വർഗത്തിലാക്കിയതും അവിടുന്ന് ആദം നബി അനുസരണക്കേട് കാണിച്ചതും ഇബ്ലീസ് അനുസരണക്കേട് കാണിച്ചതും സ്വർഗത്തു നിന്ന് പുറത്താക്കി. അങ്ങനെ 40ാമത്തെ ആയത്തെത്തുമ്പോൾ തുടങ്ങുകയാണ് യാ ബനി ഇസ്രായേൽ എന്നിട്ട്. പിന്നെ 100 ചില്ലാന ആയത്ത് വരെ ബനു ഇസ്രായേലിന്റെ ശേഷമുള്ള പ്രവാചകന്മാരുടെ ബനു ഇസ്രായേലിന്റെ ചരിത്രമാണ്. എന്തേ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ മൂസാ നബി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം പറയാൻ മാത്രം ബനു ഇസ്രായേലിന്റെ ചരിത്രം ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾ ആവർത്തിച്ച് കേൾക്കാൻ മാത്രം എന്തത്ര ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിലുള്ളത്? ഉണ്ട് സഹോദരങ്ങളെ, ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് പഠിപ്പിച്ചത്. നോക്കി, ആലി ഫിർഔനിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയെന്ന് ബനു ഇസ്രായേലിനോട് പറയണേ. അത് ബനു ഇസ്രായേലിനോടല്ല, നമ്മളോടും കൂടിയാണ്. എന്തേ? യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. അതിനൊക്കെ തഫ്സീർ വായിച്ചാൽ കണ്ണിന്ന് ഇങ്ങനെ കരച്ചിൽ വരും. യുദബ്ബിഹൂന അബ്നാഅക്കും, ആൺകുട്ടികളെ അങ്ങനെ കൊല്ലുക. ഒരു കുടുംബത്തിലൊരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ ഫിർഔന്റെ സൈന്യം വരും. എന്നിട്ട് എന്താ ആണാണോ നോക്കും, ആണാണെങ്കിൽ അറുത്തിട്ടാണ് പോകും. എന്തിനാന്നറിയോ? അധമന്മാരായി ജീവിക്കാൻ. പെണ്ണുങ്ങളെ ജീവിക്കാൻ പെടും, വിശ്വാസികളായ സ്ത്രീകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും. പക്ഷേ ആൺകുട്ടികൾ അവിടെ ഉണ്ടാവില്ല, ആണുങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ കാലാകാലവും അവരെന്താക്കാൻ പറ്റും? അവരെ ന്യൂനപക്ഷമാക്കി നിർത്തിക്കൊണ്ട് അടിമവേല ചെയ്യിച്ചുകൊണ്ട് അധമന്മാരാക്കി കീഴാളന്മാരാക്കി നിർത്താൻ പറ്റും. അതിനു വേണ്ടിയാണ്. അങ്ങനെ എത്ര കാലഘട്ടം, എന്നിട്ടൊന്നും ആ സമുദായം നശിച്ചു പോയിട്ടില്ല. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു? അവരെ രക്ഷപ്പെടുത്തി. ഈ നൈൽ നദി ഒഴുകുന്നത് അതിൻ്റെ റബ്ബ് ഞാനാണെന്ന് അഹങ്കരിച്ച ഫിർഔനെ ആ നൈൽ നദിയിൽ തന്നെ മുക്കിക്കൊന്നു എന്നാണ്. അങ്ങനെ ഒരു കാലഘട്ടം വിശ്വാസികൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു എന്നിട്ട് എന്താ? ആ ഫിർഔനെ ചെങ്കടലിൽ മുക്കിയാണ് കൊന്നു. ഈ നദികളൊക്കെ ഞാനാണ് ഒഴുക്കണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫിർഔനെ ആ നദിയിൽ മുക്കിയാണ് കൊന്നു. അപ്പോൾ മൂസാ നബി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ആ കുടുങ്ങി ബാക്കിൽ ഫിർഔന്റെ സൈന്യം വന്ന് കുടുങ്ങി നിൽക്കുമ്പം എന്താണ്? ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകുൻ, പിടിക്കപ്പെട്ടു മൂസ, കഴിഞ്ഞിട്ട് ഇനി രക്ഷല്ല. എൻ്റെ കളിയൊക്കെ നിന്നു. കാരണം ഫിർഔൻ സൈന്യം ബാക്കിൽ, ഇനി ചെങ്കടല, ഞാൻ എന്ത് ചെയ്യാനാ? ഇനി പിടികൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ മൂസാ നബിന്റെ ഒരു മറുപടി ഉണ്ട്, കല്ല ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അതാണ് കരുത്തിൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഒരു മഅയ്യത്തിന്റെ റബ്ബിൻ്റെ പണ്ട്, അതാണ് മൂസാ നബി കൊടുത്തൊരു കരുത്ത്. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദി, ആ റബ്ബൊരു മാർഗം ഉണ്ടാക്കി തരും. സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പീഡനം സഹിച്ച് അവസാനം രക്ഷപ്പെട്ട് മക്കത്ത് നിന്ന് മദീനയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. യാത്രയിൽ സൗർ ഗുഹയിൽ ഒളിച്ചു നിൽക്കുകയാണ്. ശത്രുക്കൾ ഇങ്ങനെ നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാലടി ഒച്ച കേൾക്കാന്നാണ്. അബൂബക്കർ ആകെ പേടിച്ചിരിക്കുകയാണ്.
അപ്പോഴും വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി എന്താണ്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മുടെ കൂടെ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ പ്രവാചകന്മാരുടെ അനന്തരന്മാരായി നമ്മൾ ആ ആദർശം ഉൾക്കൊണ്ട നമ്മൾക്ക് ഒരു പ്രതിസന്ധികളും പ്രയാസം വരുമ്പോഴും അല്ലാഹ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു മഅയ്യത്ത് ആണ്. മഅയ്യത്ത് റബ്ബിൻ്റെ കൂടെ ഉണ്ട്. കല്ല ഇന്ന മഅയ റബ്ബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ആ മഅയ്യത്ത് എന്താണ് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് അടിസ്ഥാനപരമായി ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ എന്താ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് മറ്റെന്തിനേക്കാളും, അല്ലെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത്. അത് ഈ ആൾക്കാരോടൊക്കെ ചോദിച്ചല്ല നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ നരമ്പ് മുറിച്ചവരോടും ആത്മഹത്യക്ക് ശ്രമിച്ചവരോടും തെറ്റിപ്പോയവരോടും കൗൺസിലിങ്ങിനൊക്കെ കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയോ റസൂലിനെയോ അല്ല, ഞാൻ എൻ്റെ മാപ്പിളിനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്ത് ചെയ്ത് പറ്റില്ല, അപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം മൂപ്പരെ പറയാൻ പാടില്ലേനു. എന്നാൽ സഹോദരങ്ങളെ, ഒരാൾ ഉമർ റളിയല്ലാഹുവിനോട് അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചാണ്, ഉമർ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ നഫ്സിനാണെന്ന് ഉമർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. അപ്പോൾ പറയാണ് പറ്റൂല എന്നാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും തന്നെ വിശ്വാസിയാകുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ബാപ്പാനെ, സ്വന്തം പിതാവിനേക്കാളും മക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവില്ല. ഈമാനിന്റെ മാധുര്യം ആർക്കാ ആസ്വദിക്കാൻ പറ്റുക? സലാസും മൻ കുന്ന ഫീഹി വജദ അലാവത്തുൽ ഈമാൻ എന്നുള്ള ഹദീസ് ഉണ്ട്. നമ്മളൊക്കെ പഠിച്ച അനസ് ബിൻ മാലിക് വന്നിരിക്കുന്ന ഹദീസാണ്. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവും അവൻ്റെ റസൂലും ആകുക. അപ്പം അമ്മായിമ്മ ചൂടാവുമ്പോൾ എന്താണ്? പടച്ചോനെ പരീക്ഷിക്കാൻ വേണ്ടി ചൂടാകാണ്. ഞാൻ പ്രതികരിക്കൂല. റബ്ബിങ്ങനെ നോക്കുകയാണ്. അമ്മായിമ്മ ചൂടാവുമ്പോൾ എന്ത് വർത്താനാണ് ഇവൾ പറയാ, ഇവൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഉമ്മ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ എന്താണ് പ്രതികരിക്കുന്നത് എന്ന് അള്ളാഹു നോക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ കുറേ പ്രയാസങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കാണാത്ത തരത്തിൽ പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു വീട്ടിൽ പോയ സന്ദർഭത്തിൽ, ഒരു വീട്ടിൽ സന്ദർശിച്ചപ്പോൾ അവിടെ ഭയങ്കര സാമ്പത്തിക പ്രയാസമുണ്ട്, ചികിത്സ സഹായം വേണമെന്ന് പറഞ്ഞപ്പം അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സഹോദരങ്ങളെ, നടക്കാൻ പറ്റാത്ത ശരീരം തളർന്നു പോയി, ടി ബി ബാധിച്ച്, നട്ടലിന് ടി ബി ബാധിച്ച് തളർന്ന പിതാവ്, മുഴുഭ്രാന്തായ ഉമ്മ. അതാണ് ആ ബാപ്പാൻ്റെ ഉമ്മാൻ്റെ സ്ഥിതിയാണിത്. പിന്നെ ആകെയുള്ളൊരു മകൾക്ക് അപൂർവമായൊരു ക്യാൻസറാണ്. എല്ലുകളൊക്കെ നീളത്തിൽ വളരുക. നമ്മളൊക്കെ ഇങ്ങോട്ടല്ല വളരുന്നേ, ആ കുട്ടി വീതിയിലാണ് വളരുന്നേ. മുഖമൊക്കെ പരന്നിട്ട്, വിരലൊക്കെ പരന്നിട്ട്, അപൂർവമായ അസുഖമാണ്. ബ്രെയിനിൽ ട്യൂമറാണ്. ആ ട്യൂമർ സർജറി ചെയ്ത് മാറ്റാൻ പറ്റൂല. പിന്നെ ആകെയുള്ള ചികിത്സ 3 മാസം കൂടുമ്പം 20,000 റുപ്യേൻ്റെ ഇഞ്ചക്ഷനാണ്. അത് ഈ മനുഷ്യൻ ടി വി ബാധിക്കണതിൻ്റെ മുമ്പ് ആരോടെങ്കിലൊക്കെ ചോദിച്ചു കൊടുത്തെങ്കിലൊക്കെ സംഘടിപ്പിച്ച് അടിച്ചിരുന്നു. ഇയാൾ കിടപ്പിലായപ്പോൾ കിട്ടാൻ മാർഗമല്ല. സഹോദരങ്ങളെ, ഈ കുടുംബം എന്തെങ്കിലും അള്ളാഹിനോടോ റസൂലിനോടോ ചെയ്തത് കൊണ്ടല്ല എങ്ങനെ ആയത്. നമ്മളൊക്കെ എന്തെങ്കിലും വലിയൊരു പുണ്യം ചെയ്തത് കൊണ്ടല്ല നമ്മളിങ്ങനെ ഒരു അസുഖമില്ലാതെ ഇങ്ങനെ പളുങ്കായി നടക്കണത്. ഇതൊക്കെ വലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആരാണെന്ന് അള്ളാഹ് നോക്കുകയാണ്. ഇവിടെ ഇപ്പം എന്താണ്, ഒരു അസുഖം എനിക്കാണ് വന്നതെങ്കിൽ അള്ളാഹ് എന്നെ നോക്കുകയാണ്. ഞാൻ എന്താണ് പറയണത്, ഞാൻ എന്താണ് ചെയ്യണത്. അസുഖം വരുമ്പോൾ ഒക്കെ നിർത്തിയൊക്കെ എല്ലാം നിസ്കാരം നോമ്പൊക്കെ നിർത്തിച്ച്, ഏതായാലും നിസ്കരിച്ചിട്ട് കുറേ 10-30 കൊല്ലം നിസ്കരിച്ചു, ഇനി എന്നെ കൊണ്ട് വെച്ചാ ഇതൊക്കെ ഇങ്ങോട്ട് വെച്ചതല്ല കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് നന്ദികേടാണോ കാണിക്കുന്നത്? അതല്ല, എൻ്റെ റബ്ബിൻ്റെ തീരുമാനത്തിൽ ഞാൻ സംതൃപ്തനാണ്. അൽഹംദുലില്ലാ റബ്ബേ, എന്നോട് റബ്ബേ എനിക്കൊരു ദേഷ്യവും നിന്നോടില്ല പടച്ചോനെ, എൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് എന്നെ മരിപ്പിക്കണേ എന്നുള്ള ഒരു നല്ല മനസ്സാണോ നമുക്ക് ഉണ്ടാകുന്ന നോക്കുകയാണ്. മറ്റുള്ളവർക്കുള്ള പരീക്ഷണം എന്താ സഹോദരങ്ങളെ? ഈ ഒരു രോഗിയോട്, ഈ പരീക്ഷണം ബാധിച്ച ആളോട് എന്ത് നിലപാടാണ് നമ്മൾ എടുക്കണത് അള്ളാഹ് നോക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. ഇവിടെ പാവങ്ങളെയും പൈസക്കാരെയും രോഗികളെയും രോഗമില്ലാത്തവനെയൊക്കെ ഇതൊന്നും ആരുടെയും കർമ്മങ്ങളുടെ മഹത്വം കൊണ്ടോ, ചില ആളുകൾ കുടുംബപരമായി നല്ലതായതുകൊണ്ടോ, ചില ആളുകൾ കുറച്ച് നല്ല കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ എന്നും അല്ലതൊന്നും നടക്കുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലാകദറാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അപ്പം അതുകൊണ്ട് അതൊരു തിരിച്ചറിവുണ്ട്. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എങ്ങോട്ടാണ് പോണത്, ആ തിരിച്ചറിവിലേക്ക് വരുമ്പം അപ്പം അള്ളയും റസൂലാണ് എനിക്ക് ഏറ്റവും വലുത്. അവിടെ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ആര് ചീത്തണം. ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ എന്താ നമുക്ക് ഇത് പടച്ചോൻ കണക്കാക്കിയതാണ് 50,000 വർഷം മുമ്പ് ഇയാൾ ദേഷ്യപ്പെടുന്നുള്ളത്.
അപ്പം എന്താ ലാ തഗ്ളബ്, അള്ളാന്റെ റസൂൽ പറഞ്ഞ ലാ തഗ്ളബ്, കോപിക്കരുത്. ഓൻ കോപിച്ചാൽ നമ്മൾ കോപിക്കാൻ പാടില്ല. ലാ തഗ്ളബ് ലാ തഗ്ളബ്. അപ്പം എന്താ, ഞാൻ ദേഷ്യപ്പെടൂല. നമ്മളിങ്ങനെ ചിരിച്ച് നിൽക്കന്നെ. നമ്മൾ ചിരിക്കലോട് അയാൾ ദേഷ്യം പോവും. നമ്മൾ വീണ്ടും ദേഷ്യപ്പെടുമ്പോഴാണ് അയാൾ ദേഷ്യപ്പെടുക. നിങ്ങൾ നല്ല ദേഷ്യം വരുന്ന ആളോട് ചിരിച്ചു നോക്കി. ചിലപ്പോൾ എന്താ ഇളിച്ചിണ് ചോദിച്ചു, പിന്നെ അയാൾക്ക് അങ്ങനെ രണ്ടാമത് ചോദിക്കാൻ വയ്ക്കൂല. എന്താ ഇളിച്ചിണെന്നൊക്കെ ചോദിച്ചു ചിലപ്പം, പിന്നെ ചോദിക്കൂല, പിന്നെ അയാൾ ചിരിച്ചും. പക്ഷെ അങ്ങനെ നമുക്ക് നിൽക്കാൻ കഴിയില്ല, നമ്മളെ പിശാചിനെ സമ്മതിക്കൂല. പക്ഷെ ആ തിരിച്ചറിവ് എപ്പോഴാണ് കിട്ടുക? അള്ളാഹുവും റസൂലുമാണ്. ഇപ്പൊ വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, മാപ്പിളയും പെണ്ണുങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടായി. തെറ്റ് മൂപ്പരെടുത്താണ്, മൂപ്പര് മുൻകോപിയാണ്, മൂപ്പരെടുത്താണ് മിസ്റ്റേക്ക്. മൂപ്പര് വെറുതെ ചൂടാകുകയാണ്. എങ്കിലും സഹോദരങ്ങളെ, ഇത് വെറുതെ ചൂടത് പടച്ചോന്റെ ഒരു തീരുമാനമാണ്. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ചൂടാണ്. പടച്ചോന്റെ ഒരു കലാകദറിന്, പടച്ചോന്റെ ഒരു മശിയത്തോടും പടച്ചോന്റെ ഒരു ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇയാൾ ചൂടാണ്. പിന്നെ സഹീഹ് മുസ്ലിമിലെ ഹദീസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിൽ കുറിച്ചിട്ടാൽ മതി. എന്താണ് സഹീഹ് മുസ്ലിം ഹദീസിൽ? ഇബ്ലീസിന്റെ സിംഹാസനം കടലിലാണ്, വെള്ളത്തിലാണ് ഇബ്ലീസിന്റെ സിംഹാസനം. രാവിലെയും വൈകുന്നേരത്തോടെ മീറ്റിംഗ് ഉണ്ട്. ഇബ്ലീസ് എല്ലാ കുട്ടി ചെയ്താമാരെയും രാവിലെയും വൈകുന്നേരം വിളിച്ചിടും. എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കും. വലിയ കമ്പനിയിലൊക്കെ മീറ്റിംഗ് ഉണ്ടാവും, ഡെയിലി മീറ്റിംഗ് ഉണ്ടാവും. അതേപോലെ ഇബ്ലീസ് ഭയങ്കര കമ്പനിയാണ്, അതിന്റെ CEO ആണ് ഇബ്ലീസ് രാവിലെയും വൈകുന്നേരം മീറ്റിംഗ് വിളിച്ചിട്ട് ചോദിക്കും എന്തൊക്കെയാന്ന് ചെയ്ത്. അപ്പോൾ ഓരോ പിശാചുക്കളും ശൈത്താന്മാരും അവർ ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഒരാൾ പറയും ഞാൻ ഒരാളെ കള്ളുടിപ്പിച്ചു, ഞാൻ ഒരാളെ വ്യഭിചരിപ്പിച്ചു, അങ്ങനെ അവർ ചെയ്യിപ്പിച്ച തെറ്റുകളൊക്കെ പറയും. അപ്പോൾ ഇബ്ലീസ് ഇങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു ഇബ്ലീസ് വന്നിട്ട് പറയുന്നത്, ഒരു ശൈത്താൻ വന്നിട്ട് പറയുന്നത്, ഞാനൊരു മാപ്പിളിനെയും പെണ്ണുങ്ങളെയും തെറ്റിച്ചിരിക്കണമെന്ന്. ഹായ് കൊടുക്കുക എന്നറിയില്ല, നമ്മൾ ഇജാട ആൺകുട്ടി എന്ന് പറയുന്ന പ്രയോഗമാണ് പിന്നെ അറബിയിൽ ഇബ്ലീസ് നടത്തുന്നത്. കാരണം എന്താ, മാപ്പിളയും പെണ്ണുങ്ങളും തെറ്റിയാൽ പിന്നെ ഓൻ്റെ കാര്യം പോക്കാണ്. പിന്നെ ഓൻ്റെ ജീവിതത്തിന് വലിയൊരു സുഖം ഉണ്ടാവില്ല, കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കൂല, ഒക്കെ തെറ്റിക്കൊണ്ടേക്കാരം, ഭയങ്കര ഇടങ്ങേറേക്കാരം മനസ്സിക്ക്. അപ്പോൾ തെറ്റിച്ചാൻ ഇബ്ലീസ് എല്ലാ പണിയെടുക്കും. അപ്പോൾ ഭർത്താവ് ദേഷ്യം, അല്ലെങ്കിൽ ഭാര്യ ദേഷ്യപ്പെടാണ്. ഓളിപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടും, ഞാൻ ചെലവ് കൊടുക്കണല്ലേ, ഓള് അൽരിജാലു ഖവ്വാമൂന അലന്നിസാന്നല്ലേ, ഓൾ അങ്ങനെ തൊള്ള വർത്താനം പറയാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്കും ചിലപ്പോൾ ദേഷ്യം വരും. അപ്പോൾ ഓൾ ദേഷ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുക, പടച്ചോൻ നൽകിയൊരു പരീക്ഷണമാണല്ലോ ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ട് സമാധാനിച്ച് നിൽക്കുക. അതിൽ ക്ഷമണ്ട്. അള്ളാൻ്റെ റസൂല് വരെ ആയിഷ ബീവി പാത്രം പൊട്ടിച്ചപ്പോൾ എന്താ, പാത്രം തട്ടിയാണ് പൊട്ടിച്ചപ്പോഴും മൂന്തക്കടിച്ചിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. നബി ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്ത്, ആ പൊട്ടിയ പാത്രങ്ങളൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ മാറ്റുക ചെയ്തത്. അതാണ് നമ്മുടെ നബി. ആ നബിയുടെ അനുയായികളാണ് നമ്മൾ. മറ്റെന്താ പോലെ വിചാരം, അങ്ങനെ ഓൾ പറയാൻ പാടുണ്ടോ എന്നാണ് ആൾക്കാർ. മാപ്പിളി പെണ്ണുങ്ങളും തെറ്റിയാൽ ചർച്ചയ്ക്ക് ഇരുത്തിയാൽ പറയാം, ഓൾ അങ്ങനത്തെ വർത്താനം പറയാൻ പാടുണ്ടോ? അങ്ങനത്തെ പണിയൊക്കെ മുമ്പ് ഇവിടെ പെണ്ണുകൾ ആയിഷ ബീവി വരെ ചെയ്തിക്കണ്. അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു മനസ്സാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം. ഇബ്ലീസ് സിംഹാസനത്തിൽ ഇരുന്ന് കാര്യങ്ങൾ പലതും ഇവിടെ ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ പെണ്ണുങ്ങൾ ഇബ്ലീസിന്റെ തീ പെട്ടതാണ്. നമ്മൾ മാപ്പ് കൊടുക്കുക, അപ്പൊ വിട്ടുവീഴ്ച ചെയ്യുക. അപ്പൊ പടച്ചോ നമ്മളങ്ങനെ നോക്കുക, ഓ ഉഷാർ, ഓൻ ജയിച്ചു, ആ ടെസ്റ്റിലോൻ ജയിച്ചു, അപ്പൊ നമുക്ക് മാർക്ക് കിട്ടും, അപ്പൊ നമ്മൾ പാസ്സാവും പരീക്ഷ. അപ്പൊ അതാണ് സഹോദരങ്ങളെ, ഇതിനാണ് എല്ലാ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതി എല്ലാവരും ഓതിയ ആൾക്കാരാണ്. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ആൾക്കാർ അവിടെ ഉള്ളവർ. എന്താ സഹോദരങ്ങളെ ഇത്രമാത്രം എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹ്ഫിൽ ഓതാൻ മാത്രമുള്ളത്? അതിന്റെ തുടക്കത്തിൽ പറയുന്ന ആയത്തുണ്ട്. എന്താണ് തുടക്കത്തിൽ? 3 ഗുഹാവാസികളൊക്കെ അതിന് അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അസ്ഹാബുൽ കഹ്ഫ് എന്ന് വെച്ചിട്ട് വിശുദ്ധ ഖുർആൻ. അം ഹസിബ്ത, അം എന്ന് പറഞ്ഞാൽ സാധാരണ ഓർന്നുള്ള, അതല്ല, ഏതല്ല, അതല്ല. നിങ്ങൾ മലയാളത്തിൽ എടുത്തു നോക്കണ്ടി, അതല്ല എന്ന് അതിൻ്റെ അർത്ഥം. എന്തല്ല? നിങ്ങൾ ഇത്ര കാലം ആലോചിച്ചോ, എന്താണ് ഈ അതല്ല എന്ന് പറഞ്ഞത്? ഒരു അതല്ല ഉണ്ടോ അവിടെ? എന്താണ് അതല്ല പറഞ്ഞത്? ഏതല്ല? ഇതേവരെ പറഞ്ഞ 8 ആയത്തിൽ പറയുന്ന വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. ആദ്യത്തെ 8 ആയത്ത് വിശുദ്ധ ഖുർആനെ പറ്റിയ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ എന്നാണ് തുടങ്ങുന്ന 8 ആയത്ത് ഖുർആനെ പറ്റിയാണ്. ആ ഖുർആൻ അല്ല, അതല്ല. ഈ ഗുഹാവാസികളാണോ വലിയ അത്ഭുതം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പൊ ഗുഹാവാസികളെക്കാൾ വലിയ അത്ഭുതം ഖുർആനാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഗുഹാവാസികളെക്കാൾ വലിയ അത്ഭുതം ആദ്യത്തെ 8 ആയത്തിൽ പറഞ്ഞ ഖുർആനാണ്. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് സ്ഥിരമായി ഓതിയാൽ എന്താണ്, വരുന്ന ആഴ്ച ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവും. അങ്ങനെ വെറുതെ ഓതിയാൽ കിട്ടുന്നതാണോ? അല്ല. ആ ആദ്യത്തെ 10 ആയത്തിൽ പറയുന്നത് വിശുദ്ധ ഖുർആനെ പറ്റിയാണ്. ആ വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് വെച്ചവൻ ദജ്ജാലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലാണ്. ആ ഏറ്റവും വലിയ ഫിത്നയിൽ നിന്ന് ഖുർആനിന്റെ ആളുകൾ രക്ഷപ്പെടും. ആ ഒരു മെസ്സേജാണ് തരുന്നത് ആദ്യത്തെ 10 ആയത്ത് ഓതിയാൽ. എന്നിട്ടും ഗുഹാവാസികളുടെ കഥ പറ. ആരാണ് ഗുഹാവാസികൾ? ഭരണാധികാരി ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞ് നാട് വിട്ടുപോയി ഗുഹയിൽ അഭയം പ്രാപിച്ച ഒരു കൂട്ടം യുവാക്കളെ അള്ളാഹു 309 വർഷം ഉറക്കി എന്നാണ് പറഞ്ഞത്. അങ്ങനെ രക്ഷപ്പെടുത്തിയ കഥ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ഓദിപ്പിക്കണം. എന്തിനാന്ന് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ?
ഒരു ഭരണാധികാരി ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ ശിർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒരു നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഗുഹയിൽ അഭയം പ്രാപിച്ച കുറച്ച് ചെറുപ്പക്കാരെ അള്ളാഹു ഉറക്കിയിട്ട് 309 കൊല്ലം കഴിഞ്ഞ് ജീവിപ്പിച്ചു. ആ ചരിത്രം പഠിപ്പിക്കണം എന്തിനാണ്? ഷിർക്കിന്റെ ഗൗരവമാണ്, തൗഹീദിന്റെ പ്രാധാന്യമാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചോലെ അള്ളാഹു രക്ഷപ്പെടുന്നുള്ള മെസ്സേജാണ് എല്ലാ വെള്ളിയാഴ്ച നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പിന്നെ വരുന്ന കഥ ഏതാ? ഗുഹാവാസികളെ കഥ കഴിഞ്ഞാൽ പിന്നെ വരുന്ന കഥ എന്താ? 2 തോട്ടക്കാരുടെ കഥയാണ്. എന്താണ് തോട്ടക്കാരുടെ കഥയിൽ ഇത്ര ഉള്ളത്? എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ കിൽത്തൽ ജന്നത്തൈനി ആതത്ത് ഉക്കലുഹ എന്ന് പറഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ഓതാ മാത്രം. എന്താ സഹോദരങ്ങളെ ഗുഹാവാസികളുടെ കഥയിലുള്ളത്? അല്ല, തോട്ടക്കാരുടെ കഥയിലുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച 2 ആളുകളാണ്. 2 ആളുകളുടെ നിലപാട് പഠിപ്പിക്കാണ്. അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്താണ്? ഇവിടെ എല്ലാവർക്കും തോട്ടുണ്ട്, എല്ലാവരും ബിസിനസ് നടത്തുന്നുണ്ട്, എല്ലാവരും ഓരോ ഏർപ്പാടായിട്ട് നടക്കുന്നുണ്ട്. എന്തേ? ഒരു തോട്ടക്കാരന് അള്ളാഹു നിറയെ അനുഗ്രഹങ്ങൾ നൽകി. ഓൻ്റെ കൃഷി സമൃദ്ധമാണ്, വെള്ളം സുലഭമാണ്, നല്ല വിളവുണ്ട്. പക്ഷേ ഓൻ്റെ തോന്നലെന്താ? നല്ല 5008 വിത്ത് വാങ്ങി ഞാൻ കൃഷിഭവന് എല്ലാ കൊല്ലും ഏറ്റവും നല്ല ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇറങ്ങണേ ഏറ്റവും മുന്തിയ വിത്തും ഏറ്റവും നല്ല വളവുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സീസണൊക്കെ നോക്കിയിട്ട് ഏറ്റവും മണ്ണൊക്കെ ടെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കെമിക്കൽ അനുസരിച്ചാണ് ഞാൻ വളം നിർണ്ണയിക്കുന്നത്. അങ്ങനെ ഞാൻ വളരെ അപഗ്രഥിച്ചുകൊണ്ട് വലിയ എഫർട്ട് നടത്തിയിട്ട് നടത്തുന്ന കൃഷി ആയതുകൊണ്ടാണ് എനിക്ക് ഈ വിളവ് എന്നൊരു തോന്നൽ ചില ആൾക്കാർക്കുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ കൃഷി നടത്തിയവരെ വിളവുകളൊക്കെ വെള്ളപ്പൊക്കത്തിലും പ്രകൃതി ദുരങ്ങൾ കൊണ്ടും കീടങ്ങൾ വന്നൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊരു അനുഗ്രഹവും ഉണ്ടെങ്കിലും സഹോദരങ്ങളെ അതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹിൻ്റെ ഫളില് മാത്രമാണ്, അള്ളാഹിൻ്റെ ഹൗലും കുവ്വത്തും മാത്രമാണ്. നമ്മളൊരു എഫർട്ട് കൊണ്ടാണ് അത് എന്നുള്ളൊരു തോന്നൽ ഒഴിവാകാനാണ് ഈ കഥ ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പറഞ്ഞിരുന്നത്. ചില ആൾക്കാരെന്താ വിചാരിച്ചോ? എന്നിട്ട് ആ ഗുഹാവാസി എന്താ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച തോട്ടക്കാരന് വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ മറ്റേ ആൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ത്? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. ആ തോട്ടങ്ങനെ ഉഷാറായി നിൽക്കണ കണ്ടപ്പോൾ എനിക്കൊന്ന് പറഞ്ഞൂടേനോ? ഇതൊക്കെ അള്ളാഹിൻ്റെ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതൊക്കെ അള്ളാഹിൻ്റെ ഒരു കഴിവും ശക്തിയൊക്കെയാണ്, അല്ലാതെ നമ്മളൊരു മെനക്കെടുകൊണ്ട് മാത്രമല്ല, ഇതൊക്കെ പടച്ചോൻ്റെ ഒരു ഔദാര്യമാണ് എന്നുള്ളത് ഒന്ന് എനിക്ക് പറഞ്ഞൂടേനോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താ? ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി തരം മുട്ടിച്ചേക്കുക, കാർ മുട്ടിച്ചേക്കുക, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ പറയണം സഹോദരങ്ങളെ. പക്ഷെ പറയൽ മാത്രമല്ല, അത് ജീവിതത്തിലെ ഒരു നിലപാടാണ്, ജീവിതത്തിലൊരു നിലപാടാണ്. ഒരാൾ വന്നിട്ട് വീടില്ല, കഷ്ടപ്പാടാണ്, വീടുണ്ടാക്കണം. ഞാൻ ഈ തൽക്കാലം ഷെഡൊക്കെ കെട്ടിക്കാണ്ട് താമസിക്കാണ്, മഴ വന്നാൽ പ്രയാസമാണ്, 2-3 കുട്ടികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയോ? ഒരു 1000 റുപ്യ 2000 റുപ്യ എടുത്തു കൊടുക്കുക. ആരെന്നറിയോ? ആരെടുത്തു കൊടുക്കണറിയോ? 75 ലക്ഷത്തിനും 65 ലക്ഷത്തിനും 50 ലക്ഷത്തിനും വീട് വെച്ചോനെ ഒരാൾ വീടില്ല എന്ന് പറയുമ്പോൾ 1000 റുപ്യ എടുത്തു കൊടുക്കുക. അതൊരു വലിയ കാര്യം. 1000 റുപ്യ കൊടുത്തുക്കണം. സഹോദരങ്ങളെ, ഓൻ്റെ വീടിന് എന്താ വില അറിയോ? 1 കോടിയാണ്. ഓൻ്റെ വീട്ടിക്ക് കാറ് കണ്ട് ഇനോവ തിരിച്ചാൽ സ്ഥലമില്ലാത്തതുകൊണ്ട് 1 സെൻറ്റ് സ്ഥലപ്പം വാങ്ങിന് 12 ലക്ഷത്തിന്. എന്ത്? ഓൻ്റെ ഇനോവന് കയറാം 12 ലക്ഷത്തിന്. എന്നിട്ട് ഒരാൾ വന്ന് വീടുണ്ടാക്കാൻ ചോദിക്കുമ്പം 2000-ൻ്റെ 1000-ൻ്റെ നോട്ട് കൊടുത്തിട്ട് ഞാൻ ഭയങ്കര ധർമ്മിഷ്ഠനാണ്. അതൊരു നിലപാടാണ്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ ഓൻ്റെ വീടുണ്ടാക്കാൻ 4 ലക്ഷം 5 ലക്ഷത്തിനൊക്കെ പാവങ്ങൾ വീടുണ്ടാക്കുന്നുണ്ട്. ഇതെൻ്റെ വീട് 1 കോടിക്ക് വീടുണ്ടാക്കിയോ 12 ലക്ഷം കൊടുത്ത് ഇനോവ തിരിച്ചാൻ വേണ്ടി സ്ഥലം വാങ്ങിയ ആൾക്കാർ സഹോദരങ്ങളെ 5 ലക്ഷത്തിൻ്റെ വീടൻ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള നിലപാട്. ആ നിലപാടിലേക്കാണ് മുസ്ലിങ്ങൾ വരേണ്ടത്. മുൻഗാമികൾ ആ നിലപാടിലേക്ക് വന്നവരായിരുന്നു. നമ്മളിത് സ്റ്റിക്കർ ചെയ്ത് ഒട്ടിച്ചേക്ക കാർമല് പെരയില് മാഷാ അല്ലാഹ്. ചിലർക്ക് ആദാമിൻ ഫദ്ലു റബ്ബി. അതന്നെയാണ് അൽ കഹ്ഫിൽ. അടുത്തെന്താ? ദുൽഖർനൈൻ്റെ കഥ പറയുന്നുണ്ട്. ദുൽഖർനൈൻ എന്ന രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. മുഫസ്സിറുകളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ കഥയിൽ അത് എവിടെ ആര് എന്തൊന്നും വെറുതെ കുറേ വായിച്ച് സമയം കളയണ്ട. പടച്ചോ കൃത്യം അള്ളാഹു ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറപ്പുറം നോക്കേണ്ട ആവശ്യമില്ല. അത് ആരായിരുന്നു? അതിപ്പോൾ ഇനി മറ്റേ ആളാവോ ഇയാളാവോ, അയാൾ മുസ്ലിം ആണോ കാഫിറാണോ, ഇങ്ങനെ ഭയങ്കര ചർച്ച ചെയ്ത് ചില ആൾക്കാർ പോണാണോ തഫ്സീറൊക്കെ വായിച്ചുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ഇടങ്ങേറുമില്ല. പടച്ചോൻ പറഞ്ഞ കാര്യം മാത്രം നോക്കിയാൽ മതി. ദുൽഖർനൈൻ്റെ കഥ പറയുമ്പം അള്ളാഹ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദുൽഖർനൈൻ നല്ല പവർഫുൾ ആയിട്ട് രാജാവായിരുന്നു, വളരെ ശക്തിമത്തായ ഒരു ഭരണാധികാരിയായിരുന്നു. എന്നിട്ടോ യഅ്ജൂജ് മഅ്ജൂജിന്റെ ഷർറിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ ലോഹങ്ങൾ ഉരുക്കി വലിയൊരു മതിലുണ്ടാക്കി. ആ മതിലുണ്ടാക്കിയിട്ട് യഹ്ജൂജിൻ്റെയും മഅ്ജൂജിൻ്റെയും ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ആ ജനങ്ങളെ രക്ഷിച്ചു. എന്നിട്ടോ ഓരോട് ഹദീദ് ലോഹക്കട്ടികൾ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അത് ഉരുക്കി വലിയൊരു മതിലുണ്ടാക്കിയിട്ട് അവസാനം എന്താണ്? ഞാൻ ഉണ്ടാക്കി തന്നില്ലേന്നല്ല, എന്താണ്? മിൻ റഹ്മത്തു റബ്ബിക, ഇതെന്റെ റബ്ബിന്റെ റഹ്മത്താണെന്നാണ്. അതാ റഹ്മത്തു മിൻ റബ്ബിക, ഇതെന്റെ റബ്ബിൽ നിന്നുള്ള ഔദാര്യമാകുന്നു എന്നാണ്.
ഇത് ഞാൻ അങ്ങനെ ഒരു കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഇത് പടച്ചോൻ്റെ ഔദാര്യമാണ്. അപ്പം ആ ഒരു മെസ്സേജ്, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് വന്നു ചേർന്നിട്ടുണ്ടോ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, വീടാകട്ടെ, സമ്പത്താകട്ടെ, കച്ചവടമാകട്ടെ, ഇതൊക്കെ പടച്ചോൻ്റെ ഒരു ഔദാര്യം മാത്രമാണ്. ഞാനിങ്ങനെ മെനക്കെട്ടുകൊണ്ടൊന്നല്ല ഇത് എന്നുള്ളൊരു ബോധമാണ് അൽക്കഫ് ഓതുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും കിട്ടണ്ടേ. മൂസാ നബിൻ്റെ ഖിളിർ നബിൻ്റെ കഥ ഉണ്ട്. എന്താണ്? ഖലാ ഖദർ ഇങ്ങനെ പച്ചക്ക് പഠിപ്പിക്കുകയാണ്. ഖലാ ഖദർ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഹിക്മത്ത് പഠിപ്പിക്കുകയാണ്. നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞില്ലേ, ഞരമ്പ് മുറിക്കുന്ന കുട്ടിയൊക്കെ എന്താണ്, ഉമ്മ ചീത്ത പറഞ്ഞോണ്ട് ഞരമ്പ് മുറിക്കുക, ഭർത്താവ് ദേഷ്യപ്പെട്ടത് കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുക. കാരണം കലാ ഖദറിലെ വിശ്വാസമല്ല, ഈമാൻ കാര്യം 6 ആറാമത്തെ കലാ ഖദറാണെന്ന് എഴുതിച്ച് മാർക്ക് വാങ്ങിയാൽ പോരാ. എന്താണ് കലാ ഖദർ? അങ്ങനെ പഠിപ്പിക്കാണ് മൂസാ നബിൻ്റെ ഖിളിർ നബിൻ്റെ കഥയിൽ. എന്താണ് സഹോദരങ്ങളെ? മൂസാ നബി ഖിളിർ നബി യാത്ര പോവാണ്. മൂസാ നബിക്ക് അറിയാത്ത പല കാര്യങ്ങളും ഖിളിർ നബിക്ക് അറിയാം. എന്താണ്? ഒന്നും ചോദിക്കാൻ പാടില്ല, പലതും ഞാൻ ചെയ്യും, മിണ്ടാൻ പാടില്ല. അതാണ് യാത്രൻ്റെ ഒരേ ഒരു കണ്ടീഷൻ. മിണ്ടിയാൽ എന്ത് ചെയ്യും? മിണ്ടിയ യാത്ര അവസാനിക്കും. ചോദിക്കാൻ പാടില്ല, ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചെല്ലുമ്പോൾ എന്താണ്, ഒരു കപ്പലിൽ കയറിയിട്ട്, ഒരു പാവങ്ങളുടെ കപ്പലാണ്, ഒരു സൊസൈറ്റിൻ്റെ കപ്പൽ, സൊസൈറ്റി സഹകരണ സർവീസിൻ്റെ കപ്പലാണ് വിചാരിച്ചോളി. ആ കപ്പലിൽ കയറിയിട്ട് മൂസാ നബി ഖിളിർ നബി കപ്പൽ ഓട്ടാക്കി. അപ്പോൾ മൂസാ നബി പ്രതികരിച്ചു. ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രവാചകന്മാർ എന്ത് ചെയ്യും? അധർമ്മം കാണുമ്പോൾ പ്രതികരിക്കും. എന്താണ് ചെയ്യുന്നത്? ഒരു കപ്പൽ, പാവപ്പെട്ട കപ്പലിൽ കയറിയിട്ട് അവരുടെ കപ്പലിന് ഓട്ടുണ്ടാക്കുകയാണോ ചോദിച്ചു. മിണ്ടാൻ പാടില്ല, ഞാൻ പലതും ചെയ്യും, മിണ്ടാൻ പാടില്ല. അതാണ് കണ്ടീഷൻ. ഇനി മിണ്ടിയ പ്രശ്നമാണ്. അങ്ങനെ വീണ്ടും ഇനി മിണ്ടൂല എന്ന് പറഞ്ഞാൽ അല്ല ഉദ്ദേശിച്ചാൽ ഞാൻ മിണ്ടൂല എന്നാ പറഞ്ഞു. അവിടെ മെസ്സേജാണ്, അല്ല ഉദ്ദേശിച്ചാൽ ഞാൻ മിണ്ടൂല എന്നാ പറഞ്ഞു. അങ്ങനെ വീണ്ടും യാത്ര പോവുകയാണ്. അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു? ഒരു കുട്ടിനെ കാണുമ്പോൾ ആ കുട്ടീനെ കൊല്ലുകയാണ് ഖിളിർ നബി. അപ്പൊ മൂസാ നബി വീണ്ടും പ്രതികരിച്ചു. എന്താണ് ഒരു കുട്ടിനെ കൊല്ലുക? ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഇനി ഇവിടെ അവസാനിക്കുമാണ്. അങ്ങനെ വീണ്ടും യാത്ര ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഭക്ഷണമൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഭക്ഷണം കിട്ടാതെ തെണ്ടി നടന്നിട്ട് ആ ഗ്രാമത്തിലെ ആളുകൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്തിൻ്റെ ഒരു മതിൽ പൊളിഞ്ഞ് വീഴാറായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് മൂസാ നബി ഖിളിർ നബി കയറി നന്നാക്കി, നന്നാക്കി. അപ്പോൾ മൂസാ നബി ചോദിച്ചു, ഈ ഭക്ഷണം കൂടി തരാത്ത ഈ നാട്ടുകാരെ മതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഫലം വാങ്ങാമായിരുന്നില്ലേ? എന്തിനാ നന്നാക്കിയെന്ന രൂപത്തിൽ പറഞ്ഞു. നമ്മളെ യാത്ര അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. ഒന്നെന്താണ്? ഒന്ന്, ആ കപ്പൽ പാവങ്ങളുടെ കപ്പലാണ്. അത് പിടിച്ചെടുക്കാൻ ഒരു കൊള്ളക്കാരനായ രാജാവ് അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കപ്പൽ പിടിച്ചെടുക്കാതെക്കാൻ അതിൽ ചെറിയ ഡാമേജ് ഉണ്ടാക്കിയാൽ ആ ഡാമേജുള്ള കപ്പൽ എന്ത് ചെയ്യൂല? അത് പിടിച്ചെടുക്കൂല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ മാതാപിതാക്കളെ കൊല്ലും. അപ്പം മൂസാ നബിക്ക് തോന്നിയാ അങ്ങനെ കൊല്ലണ മാതാപിതാക്കളെ കൊല്ലുന്ന കുട്ടിയാണ് പിന്നെ എന്ത് ചെയ്യണ്ട, അവൻ ജീവിക്കേണ്ടത്. അപ്പം നമുക്ക് തോന്നില്ലേ അത് ശരിയായി എന്ന്? അതേപോലെ എന്ത് ചെയ്യും? ആ മതിലിൻ്റെ പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്, അതും പറഞ്ഞു കൊടുക്കും. അപ്പം തോന്നുകയാണ് എന്ത്? അപ്പം തോന്നുകയാണ് ആ ചെയ്തതൊക്കെ നന്നായും തോന്നുകയാണ്. അപ്പം നമ്മളെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേന്. ഇപ്പം ഞാൻ അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പം തന്നെ നമ്മളെ വണ്ടി ഒന്ന് ചെറിയൊരു ആക്സിഡൻ്റ് ആയി വിചാരിച്ചാൽ, ഒരു ഖുറാൻ ക്ലാസ്സിൽ നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയപ്പോൾ ആക്സിഡൻ്റ് ആയി. ഇപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓൻ്റെ പടച്ചോനെ, ഞാൻ ഇപ്പോൾ ഒരു ഖുറാൻ ക്ലാസ് ഇന്മക്കും കൂടി അല്ലല്ലോ പോണ്, ഖുറാൻ ക്ലാസ് കേൾക്കാനാണല്ലോ പോണ്, എന്നിട്ട് ചിന്നോട് ഈ പണി കാട്ടിയല്ലോ. കഴിഞ്ഞ് കൂലി പോയി സഹോദരങ്ങളെ. നന്ദികേടിൻ്റെ വർത്താനാണ്, അതല്ല വരേണ്ടത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ് വിശ്വാസി പറയേണ്ട വാക്ക്. ഇതൊക്കെ പടച്ചോൻ കണക്കാക്കി അതൊക്കെ സംഭവിക്കുക ചെയ്യും. അൽഹംദുലില്ലാ, പടച്ചോൻ അതിലൊരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് നമുക്ക് മനസ്സിലാണില്ല. അതാണ് നമുക്ക് മനസ്സിലാണില്ല. മൂസാ നബിക്ക് അപ്പം മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്തപ്പോൾ മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന പല കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ തിന്മയാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതാ ഭരണം മാറി. നേരത്തെ പറഞ്ഞല്ലേ, എന്താ ഇനി ഉണ്ടാകുക, ഇനി എന്താ കാട്ടുക, ഇനിയിപ്പോൾ എന്താവും, ഇനി ബാങ്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നാ കേൾക്കണ്. ഇനി 2ൽ കൂടുതൽ കുട്ടികളുണ്ടായ ടാക്സർക്ക് ഓൽക്കൊന്നും ഇനി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, ആധാർ ഉണ്ടാവില്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ ID കാർഡ് ഉണ്ടാവില്ല എന്നൊക്കെ ഇപ്പോൾ കേൾക്കണ്. അങ്ങനെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് ബേജാറായി. ഫോണിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ? നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാം. ചില ആൾക്കാർക്ക് ഫോണിൽ പറയാനും പേടി, നേരിട്ട് കാണുമ്പോൾ പറയാം. അപ്പം അങ്ങനെയൊക്കെ പേടിച്ച് സഹോദരനെ, യൂസുഫ് നബിൻ്റെ കഥ എന്താണ്? അത് അള്ളാന്റെ ഹിക്മത്താണ്. യൂസുഫ് നബി നോക്കി ചെറുപ്പത്തിൽ എന്താണ്, ഒരു കുട്ടിയെ മാതാപിതാക്കളുടെ ലാളന ഏറ്റ് ജീവിക്കേണ്ട ഒരു കുട്ടിയെ കിണറ്റ് കൊണ്ടിട്ട് ആര്? സഹോദരങ്ങൾ കിണറ്റ് കൊണ്ടിട്ടാണ്. എന്നിട്ട് അവിടുന്ന് അടിമച്ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോവാണ്. ഒരു പ്രവാചകന്റെ ശൈശവ കാലഘട്ടമാണ്. എന്നിട്ട് ഒന്നിനും മാത്രം പ്രായമായപ്പോൾ, സ്വന്തം കാലിൽ നിൽക്കാനായപ്പോൾ സമയത്തോ വ്യഭിചാരാരോപണം നേരിട്ട് കൊല്ലങ്ങളോളം ജയിലിൽ പോവുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ എന്താ, അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ടായില്ലേ. എന്നിട്ട് ആ തിരിച്ചുവരവാണ്. മന്ത്രിയായിക്കൊണ്ട്, ഖജനാവിൻ്റെ അധികാരിയായിക്കൊണ്ട് യൂസുഫ് നബി തിരിച്ചു വരികയാണ്. അതേ സഹോദരങ്ങൾ ലൈന് നിൽക്കുകയാണ്, ഭക്ഷണത്തിന് വേണ്ടി യൂസുഫിൻ്റെ മുമ്പിൽ വരി നിൽക്കുകയാണ് അലൈഹിസ്സലാം. ഇത് അള്ളാഹിൻ്റെ ഹിക്മത്താണ്.
അപ്പോൾ ഒരു 10 കോടി 20 കൊല്ലം കൊണ്ട് ലോകം അവസാനിക്കില്ല. അള്ളാഹുവിന് വലിയ പ്ലാനുകളുണ്ട്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹുക്കൊരു ഹിക്മത്തുണ്ട്, അതിൽ തൃപ്തി നേടും, അതിൽ തൃപ്തിയാണ്. അതിനാണ് എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ സൂറത്തുൽ കഹ്ഫ് ഓതുന്നത്. ഇനി നിങ്ങൾക്ക് അള്ളാഹിൻ്റെ കലാഖദർ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി കണ്ട് സാധാരണ പണ്ടൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് പരീക്ഷ ഉണ്ടാകുക. വലിയ വലിയ പരീക്ഷയൊക്കെ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് എഴുതണം. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ പരീക്ഷയ്ക്ക് പോവുകയാണ് വിചാരിച്ചു. അപ്പോൾ ഈ പരീക്ഷൻ്റെ തലേന്ന് നോക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ടാവും. സാധാരണ ഈ പരീക്ഷയ്ക്ക് എന്താ വെച്ചാൽ എത്ര പഠിച്ചാലും നിൽക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ടാവും. അത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എന്താ ചെയ്യുക വെച്ചാൽ അത് വേറെ ചെറിയൊരു നോട്ടുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് പരീക്ഷൻ്റെ തലേന്ന് 2 വട്ടം എടുത്ത് വായിച്ചു നോക്കും. കാരണം എങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചാലും മറക്കും. അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമ്മൾ ട്രെയിനിൽ നിന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തിരൂരിൽ നിന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോവാണ് തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ ആ പുസ്തകം കജ്ജിക്കെടുത്തേക്ക് ഒരു തന്തിയും കുട്ടി വന്ന് നമ്മൾ എതിരാണ്ടിരുന്നു. ഇരുന്നിട്ട് ഈ കുട്ടി വെറും ചാട്ടം. അതിൻ്റെ അടുത്തൊരു കളിക്കോപ്പുണ്ട്, ഭയങ്കര ഒച്ചല്ല. അതിങ്ങനെ ആ ചൈനൻ്റെ കൂക്കുവറുള്ള പാട്ടും ചാട്ടും. അങ്ങനെ നമുക്ക് നമ്മളെ പുസ്തകം തുറക്കാനേ സമ്മതിക്കണില്ല. നമുക്ക് ഭയങ്കര അമർഷം വരും, ദേഷ്യം, സങ്കടം. എന്താ അവസാനം നമ്മൾ പറഞ്ഞു അയാളോട്. അപ്പോൾ അയാൾ പറയണ്, ഈ കുട്ടീൻ്റെ അമ്മ RCCയിൽ അഡ്മിറ്റാണ്, ക്യാൻസറാണ്. അപ്പോൾ മരിക്കാനായിട്ട് അവിടെ നിന്ന് വിളി വന്നു ഇന്നലെ, ഉമ്മ 2 ദിവസം കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഈ കുട്ടീനൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്തായി, നമുക്ക് ആ കുട്ടീനോടുള്ള ദേഷ്യം പോയി. പിന്നെ നമ്മൾ ബാഗിൽ നിന്ന് എടുത്ത ചോക്ലേറ്റ് കൊടുക്കലും പിന്നെ അതിനങ്ങനെ സ്നേഹിക്കലും. എന്തേ പെട്ടെന്ന് മാറിയേ, എന്തേ നിലപാട് മാറിയേ? ആ കുട്ടിയുടെ ഭാവി നമുക്ക് മനസ്സിലായി. ഉമ്മല്ലാത്ത ജീവിക്കാൻ പോണ കുട്ടിയാണ്, അതിൻ്റെ ഒരു പ്രയാസം നമുക്കറിയാം, ഉമ്മല്ലാത്തതിൻ്റെ. അപ്പം നമുക്ക് ആ കുട്ടീനോട് സ്നേഹമായി. അപ്പം നമുക്ക് എന്തൊക്കെ ഭാവിയിൽ സംഭവിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ വലിയ അറിവുണ്ട്, നമുക്കറിയില്ല. അപ്പം എന്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ഇത്ര ആലോചിക്കണ്ടുള്ളൂ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ റബ്ബിനെയാണ്, റബ്ബിന് ഏറ്റവും സ്നേഹം എന്നോടാണ്. അങ്ങനെ തന്നെയാണ് ഓരോ വിശ്വാസം വിചാരിക്കുന്നത്. അള്ളാഹുവിന് നമ്മളെന്താ പറയുക, നമ്മൾ പടച്ചോനെ ഒരു തിജ്ജിലിടുന്ന പടച്ചോനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിലേ ബാപ്പാർ കുട്ടിയുടെ തരാ നിസ്കരിച്ചില്ലടാ, നിസ്കരിച്ചില്ല തിജ്ജിലിടും. അത് കാട്ടിയാൽ തിജ്ജിലിടും, ഇത് കാട്ടിയാൽ തിജ്ജിലിടും. ഫുൾ തിജ്ജാണ്. പടച്ചോൻ എന്ന് പറഞ്ഞാൽ തിജ്ജിലിടുന്ന ഒരാൾ തിജ്ജിൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തിരിക്കുക. വലിയൊരു തീക്കുണ്ടായിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ പടച്ചോൻ കുത്തിരിക്കുക, എല്ലാവരെയും പിടിച്ച് തിജ്ജിലിടുക. ഈ ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ ദൈവം സ്നേഹമാണ്. അങ്ങനെ ഒരു പടച്ചോണ്ട്, റഹ്മാൻ, റഹീം, വദൂദ്. അള്ളാൻ്റെ എത്ര സ്നേഹത്തിൻ്റെ പേരുകളുണ്ട്. ഇതൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂല. പിന്നെ ചില ആൾക്കാരൊക്കെ കുറച്ച് മതബോധമുള്ള ആൾക്കാരെ കുട്ടികളൊക്കെ പൊതുവേ കുറച്ച് തലതിരിഞ്ഞിട്ടേ കാരണം എത്ര പറഞ്ഞാലും കേൾക്കൂല. നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, ഇപ്പോൾ ഒന്ന് ഹാഫിളാണം, ഇപ്പം അങ്ങനെ ഇമാം വെക്കണം, ഇപ്പം അങ്ങനെ ഖുർആൻ മുഴുവൻ ഓതണം, ഹദീസൊക്കെ പഠിച്ചണം, ഇപ്പോൾ വലിയൊരു പണ്ഡിതനാണ്. ഓനും നിസ്കരിച്ചാൽ പറഞ്ഞാൽ തന്നെ കേൾക്കൂല. അതെന്തേ? നമ്മളെ ടോൺ അങ്ങനെയാണ്. നിസ്കരിച്ചടാ. ചില ആൾക്കാരൊക്കെ എന്താ പറയുക, നിസ്കരിച്ചുമ്പോൾ വിളിച്ചൂല. നാളെ ഒരു ഉമ്മ വന്നിട്ട് പറയാണ്, വാപ്പ നല്ല മേട്ടാണ്. അപ്പം എന്താ അത്ര ഇയാളെ പണി അറിയോ? ഇയാൾ നിസ്കരിച്ചാൽ പോകുമ്പോൾ കുട്ടീനെ വിളിച്ചില്ല. ഇയാൾ ഞാൻ നോക്കി വെക്കുമ്പോൾ പോകുന്നുണ്ടോ അല്ലേ. എന്നിട്ട് ഇയാൾ പോയി നിസ്കരിച്ച് വന്നിട്ട് ഒറ്റ മേട്ട ബാക്ക് കൊടുത്തിട്ട് ഒറ്റ കുത്തണം കുത്തും. എത്താ ചങ്ങായിമാരേത്? ആ പോകുമ്പോൾ ഒന്ന് വിളിച്ചു കൊണ്ടേയാ പോരും ഈ ചങ്ങായി. ചില കുട്ടികൾ എന്താ വെച്ചാൽ ഈ മൊബൈൽ ഫോണുമ്പോൾ ഗെയിം കളിച്ചുന്ന കുട്ടികൾ വിളിച്ചാൽ അപ്പം പോരൂല. അത് ഫോണിൻ്റെ കുഴപ്പം, കുട്ടികളെ കുഴപ്പമില്ല. അപ്പം അതിനെന്താ വെച്ചാൽ കുറച്ചും കൂടി നാക്കെടുക്കണം. ഒരു 12 മണിയാവുമ്പോൾ പറയാം, നോക്കാം ബാപ്പ 12:30 ബാങ്ക് കൊടുത്താൽ ഇറങ്ങും. അപ്പോൾ കുട്ടിയും ബാപ്പാൻ്റെ ഒപ്പം പോരണം. അപ്പോൾ 12:30 നമ്മൾ ഇടപാട് നിർത്തും, മൊബൈൽ നിർത്തിയേക്കും. അത് പറഞ്ഞു നോക്കി, 12:25 നിർത്തിയേക്കും. ഇതൊന്നും പറയില്ല. നേരെ മൂപ്പര് ഒന്നുണ്ടാക്കിയിട്ട് മൂപ്പരിക്കേ നേരം ഉണ്ടാവില്ല. അപ്പം വന്നിട്ട് നിസ്കരിച്ചാൻ പോരില്ലേ, ഓപ്പാ ഫോണും വന്നാലേ കമ്പ്യൂട്ടർ വന്ന് ഇപ്പോൾ നീച്ചൂല. എന്നിട്ട് ഓ എത്രയായാലും നന്നാവൂല. ഏറ്റവും സൗമ്യമായിട്ട് ഉപദേശിക്കേണ്ട ആരെയാണ്? മക്കളെയാണ്. ഏറ്റവും നല്ല ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടത് കുടുംബത്തോടാണ്. ആൾക്കാർ നേരെ തിരിച്ചാൽ പുറത്തൊക്കെ ഭയങ്കര ഉസാറ. കസ്റ്റമേഴ്സിനോടൊക്കെ പെരയിൽ വന്ന ഒരു അലമ്പ് സ്വഭാവ, പരിക്കൻ സ്വഭാവം. ചോറെടുത്തില്ലേ, നിസ്കരിച്ചില്ലേ, നോമ്പ് വെച്ചില്ലേ, തന്നെ ചോദിച്ചാണ് നിസ്കരിച്ചില്ലേ, നോമ്പ് വെച്ചില്ലേ. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ നന്നാവില്ല. പല ആളുകളും ഇപ്പോൾ കുറച്ച് ദീനുള്ള ആൾക്കാർ, ഇപ്പോൾ ആദ്യമൊന്നും ദീനില്ലാതെ ഗൾഫിലൊക്കെ പോയി CD ഒക്കെ കേട്ട് വലിയ താടിയൊക്കെ വെച്ച് നെരിയാൻ്റെ പേലെ പാൻ്റൊക്കെ ആയി വന്നുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ പർദ്ദടിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്. നല്ല തന്നെയാണ്. ഓല ആഗ്രഹം എന്താ വെച്ചാൽ ഓല് മാറി മക്കളും മാറണം, പെണ്ണുങ്ങൾ മാറണം, അമ്മോസം മാറണം. ചില ആൾക്കാരൊന്നും അമ്മോസൻ്റെ പെരയ്ക്ക് പോകില്ല. എന്താ വെച്ചാൽ മൂപ്പരെന്താ വെച്ചാൽ ജായി അവിടെ ഫുള്ള് ചെറുക്ക് ബിദഅത്ത് കുഫർ. ഓപ്പ കഴിഞ്ഞ മാസം നന്നായത്, അപ്പോൾ നോ പോവില്ല. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മാറിയ മാൽക്ക് ഓൽക്ക് മാറാണ്ട് ഒരു തൗഫീക്ക് വേണ്ടേ? അപ്പൊ നമ്മളായിക്ക് കുറച്ചൊരു മയം വേണം. നമ്മൾ കല്യാണത്തിന് പോവില്ല, നമ്മളവിടുത്തെ മുടിയളീച്ചലിന് പോവില്ല. ഈ മുടിയളീച്ചൽ അങ്ങനെ ഹറാമൊന്നുമല്ല. ആണെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം. പോയിട്ട് 2 തൗഹീദൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയാം. ചിലപ്പോൾ നമ്മളോട് ബഹുമാനമുള്ള ആൾക്കാർ ഞങ്ങൾ എന്തായാലും വിശ്വാസിനോട് മനസ്സിൽ ഒരു അള്ളാഹു ചെറിയൊരു ഇത് ആൾക്കാർക്ക് ഇട്ടെടുക്കും. ഈമാനുള്ളവനിട്ട് നമ്മൾ പറയണത് കേൾക്കാൻ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും.
സംഭവം അവിടെ കുറച്ച് ചുരുക്കും വിധത്തൊക്കെ ഉണ്ടെങ്കിലും അതിക്ക് നമ്മൾ പ്രത്യക്ഷത്തിൽ സഹകരിക്കാമെന്നാലും നമ്മൾ പോയിട്ട് ചില സ്ഥലത്ത് നമ്മൾ പോകണം. പെണ്ണുങ്ങളെ പെരയ്ക്ക് തീരെ പോകാതെക്കരുത്. അവിടെ ആ ആണ്ടിൻ്റെ അന്ന് പോകണ്ട, ആണ്ടിൻ്റെ 2 ദിവസം മുമ്പ് പോകണം എന്ന് എൻ്റെ അഭിപ്രായം. എന്നിട്ട് പറയാം, നോക്കി നമ്മൾ പറഞ്ഞാൽ മാറൂലെന്നറിയാം. അളിയാൻ കട്ട ഏപ്പിൻ്റെ ആളാണ്, മുറിച്ച കാന്തപുരം. എന്നാലും നമ്മൾ പോയി പറയണം ഒരു 2 ദിവസം മുമ്പ്, നോക്കാം ഇതൊന്നും ശരിയല്ല കേട്ടോ, അത് പോന്നാൽ മതി. മാറ്റം ഉണ്ടാക്കേണ്ട പടച്ചവനാണ്. ഇന്നമാനത്തെ മുതക്കരങ്ങൾ ഉപദേശിച്ചാൽ മതി. പക്ഷെ അതുപോലും നമ്മൾ വളരെ റഫായിട്ടാണ് മക്കളോടും കുടുംബത്തോടൊക്കെ പെരുമാറുന്നത്. അതാ റഫായി പെരുമാറിയ ഒരിക്കലും നമ്മൾ വിചാരിച്ച ഇഫക്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ നിസ്കരിച്ചാൽ ഞാൻ അടിക്കണമെന്ന്, ഇവിടെ നേരെ അടിയാ. 10 വയസ്സായ അടി, അതിന്റെ മുമ്പ് 7 വയസ്സായ പറയണം. 7 വയസ്സായ പറയണം എന്ന് പറഞ്ഞാലോ, 7 നിങ്ങൾ ആലോചിച്ച് നോക്കി, 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 3 കൊല്ലമുണ്ട്. 3 കൊല്ലം. ഒരു കൊല്ലത്തിൽ 365 ദിവസം ഉണ്ട്. ഒരു ദിവസത്തിൽ 5 വക്തുണ്ട്. സുബൈക്ക് 7 വയസ്സാകുമ്പോൾ 5 രാവിലെ സുബൈക്ക് മകനോട് പറയണത് നോക്കാം, തലേന്ന് ഉറങ്ങുമ്പോൾ തന്നെ നോക്കാം, നാളെ വാപ്പ സുബൈ നിസ്കരിച്ച് എന്നിട്ട് വിളിച്ചു. ഒരു 6 മണിയാകുമ്പോൾ, 6:30 സൂര്യോദയം. കാരണം ഞാൻ ഒരു 6 മണിക്ക് വിളിച്ചു, ഇജ്ജ് നിസ്കരിച്ചണം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിസ്കരിച്ചു. അങ്ങനെ ഒരു കൊല്ലമൊക്കെ അങ്ങനെ നിസ്കരിപ്പിച്ചാൽ. പിന്നെ ലുഹറിന് നമ്മൾ സ്ഥലത്തില്ലെങ്കിൽ വെറുതെ ഉണ്ടല്ലോ, വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഉണ്ട്. നാട്ടുകാർക്കൊക്കെ എല്ലാവരും കമൻറ്റും ലൈക്ക് അടിച്ചിട്ടുണ്ട്. പെരീക്ക് പെണ്ണുങ്ങളെ ഫോണൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു മെസ്സേജ് തന്നെ, സ്കൂളിട്ട് വന്നാൽ കുട്ടികൾ നിസ്കരിച്ചണോ എന്ന് വാപ്പ ചോദിച്ചിനോ എന്ന് പറയാൻ പറഞ്ഞാൽ മതി. മതി. മഗ്‌രിബിനും ഒരു ദിവസം 5 നേരമുണ്ട്. 365 × 5 × 3 ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 10 അടി വരുന്നത്. ഇവിടെ നേരെ 10 ചാട്ടം അടി. ഈ 3 കൊല്ലം ഒരു ദിവസം 5 പ്രാവശ്യം 3 കൊല്ലം തുടർച്ചയായിട്ട് നമ്മളെ കുട്ടീനോട്, മോനെ ഇജ്ജ് നിസ്കരിച്ച് നല്ലൊരു മാന്യമായിട്ട് നമുക്ക് നിസ്കരിച്ചണം കേട്ടോ എന്ന് പറയാം. അങ്ങനെയല്ല, അത് മാന്യമായി കുട്ടി നിസ്കരിച്ചെന്ന് പറഞ്ഞാൽ നിസ്കരിച്ചാത്ത കുട്ടികളുണ്ടാവില്ല. നമ്മക്കും വേണ്ടെങ്കിലും കുട്ടി നിസ്കരിച്ചു. അതൊന്നും പറയില്ല. ഒക്കെ റഫായിട്ട്, ലാംഗ്വേജ് റഫ്, പെരുമാറ്റം റഫ്. എന്നിട്ടോ പറഞ്ഞാൽ കേൾക്കൂല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, ആഫിലാണോ എന്തോ ആഫിലാണ്, യുജാതി കുരങ്ങൻ സ്വഭാവം ഇയാൾ ഈ കുട്ടി കാണുന്നത്. അള്ളാന്റെ റസൂലിന്റെ സ്വഭാവമാണ്. അള്ളാന്റെ റസൂലിന്റെ പ്രത്യേകത എന്താ? സ്വഭാവമാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഓൻ്റെ സ്വഭാവം വളരെ പ്രധാനമാണ്. കാരണം അതാണ് നമ്മൾ ഭയങ്കര രാത്രി നൊളോളിച്ച് 1 മണിക്ക് തുടങ്ങി 4 മണിയാവോളം നൊളോളിച്ച് നിസ്കരിച്ച ആളാണെങ്കിലും ആൾക്കാർക്ക് അതിലൊന്നും കാര്യമില്ല. നമ്മൾ എന്താണ് ഡീലിങ്സ്, എങ്ങനെയാണ് സംസാരിക്കണമെന്നാണ് ആൾക്കാർ നോക്കുക. നമ്മൾ രാത്രി പോയി നിസ്കരിച്ച് രാവിലെ ഭയങ്കര റഫായിട്ട് പെരുമാറി അയാളെന്ത് ഒരു കാര്യം പറയാൻ പറ്റൂല അറിയാം. അങ്ങനെയല്ല നമ്മളെപ്പറ്റി ആളുകൾ തരോ. നമ്മൾ മരിച്ചാൽ ഒരു ആൾക്കാർക്ക് സങ്കടം. ആണ് ജീവിച്ചിരുന്നെങ്കിൽ, ആ മനുഷ്യൻ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ പറയണം. പെരുമാറ്റം കൊണ്ട്, സ്വഭാവം കൊണ്ട്, ഡീലിങ്സ് കൊണ്ട്. അങ്ങനെ ഒരു തലത്തിലേക്ക് വിശ്വാസി വരണമെങ്കിൽ തരോ, പടച്ചോൻ്റെ ഒരു തൃപ്തിയാണ് വലുത്. 5 പൈസ അല്ലാതെ കുടുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോഴും ഒരാൾ വന്ന് കഷ്ടപ്പാട് പറയുമ്പം തൻ്റെ കഷ്ടപ്പാട് മറന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്, അവിടെയാണ് വിശ്വാസം. അതാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാതെ 15, 10, 60 ലക്ഷം, 70 ലക്ഷം, 1 കോടി, 1.5 കോടിക്ക് പെരം വെച്ച് ഇനോവ തിരിച്ചാൻ വേണ്ടി 1 സെന്റ് 12 ലക്ഷത്തിന് വാങ്ങിയിട്ട് ആൾക്കാർ പെരണ്ടാക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ 2000 കൊടുത്തിട്ട് ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് അഹങ്കരിക്കുന്ന സഹോദരങ്ങളെ, അഹങ്കാരമാണ്. ആ ഒരു നിലപാടിൽ നമ്മൾ മാറാം. അതൊക്കെയാണ് ഈ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ആര് ദേഷ്യപ്പെട്ടാലും, നമ്മൾ വിചാരിച്ചാത്ത എന്തൊക്കെ ഉണ്ടായാലും അതൊക്കെ പടച്ചോ ഇങ്ങനെ നോക്കുകയാണ്. ഇതൊക്കെ പടച്ചോ പണ്ട് കണക്കാക്കിയതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കണമെന്ന് എൻ്റെ റബ്ബിനെ പരീക്ഷിക്കണ്. അപ്പം അതിൽ ഞാൻ അങ്ങനെ സന്തോഷിച്ച് നിന്നാൽ പടച്ചോൻ്റെ തൃപ്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പം ഈ ഒരു മതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആനന്ദം, സൗന്ദര്യം. ഇപ്പം സബർ നമ്മൾ പറയും. സബർ എന്തിലാണ്? സബർ ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തൊക്കെ കാണാൻ എന്താണ് സബർ എന്ന് പറഞ്ഞാൽ? അലാ തോഅത്തില്ല എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിനാണ് ആദ്യത്തെ സബർ. രണ്ടാമത്തതോ വഅൻ മഅസിയത്തില്ല. മൂന്നാമത്തതാണ് ഫിൽ അഖ്ദാരില്ലാഹിൽ മൂലിമ. അള്ളാഹുവിൻ്റെ വേദനാജനകമായ ഖദറിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഖദറിലുള്ള സംഭവങ്ങൾ ക്ഷമിക്കാൻ കഴിയുക. നമ്മൾ മനസ്സിലാക്കിയ ക്ഷമ 3ാമത്തെ ക്ഷമ മാത്രമാണ്. അതിന് മുമ്പ് 2 ക്ഷമ വേറുണ്ട്. ആദ്യത്തെ ക്ഷമ അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ക്ഷമ. ബാങ്കണ് കൊടുത്താൽ പള്ളിക്കാണ് പോകണം. ഇപ്പൊ ഈ അതാണ് അത്തൊഹൂർ ശത്രുൽ ഈമാൻ എന്ന് പറഞ്ഞ ഹദീസ് വലിയ ഹദീസാണ്. അതിൻ്റെ കുറേ ബാക്കി ഭാഗമുണ്ട്. അതിൽ ഓരോ വാക്കുകളുണ്ട്. അസ്വദഖത്തു ബുർഹാൻ എന്നൊരു വാക്കുണ്ട്. സ്വതക്ക എന്നാൽ തെളിവാണ്. ഞാൻ മുസ്ലിമാണ് എന്നതിന് തെളിവാണ് എൻ്റെ സ്വതക്ക. കാരണം എന്താ? എൻ്റെ സമ്പത്ത് നിന്ന് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കി എൻ്റെ പൈസയിൽ നിന്ന് വെറുതെ കൊടുക്കുക. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ പടച്ചോല അത്രയും വിശ്വാസം ഉണ്ടാവും. ഇതിന് പ്രതിഫലം കിട്ടും എന്നുള്ള അങ്ങേ അറ്റത്തെ വിശ്വാസവും അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹിൻ്റെ രക്ഷയിലുള്ള പ്രതീക്ഷയും ശിക്ഷയിലുള്ള ഭയവും അള്ളാഹുവിൻ്റെ രക്ഷയിലുള്ള റജാ. അതാണ് പറഞ്ഞത്, റജാഇൻ്റെയും ഖൗഫിൻ്റെയും ഇടയിലാണ് വിശ്വാസി ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റിയുള്ള പേടി, അള്ളാഹുവിൻ്റെ രക്ഷയെപ്പറ്റിയുള്ള പ്രതീക്ഷ,
ആ ഒരു പ്രതീക്ഷയും പേടിയാണ് എന്ത് ആ പൈസ നമ്മളാണ് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ സ്വതക്ക ഒരാൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലേ സ്വതക്ക കഴിഞ്ഞിട്ട് സത്യത്തിൽ നിസ്കാരമുള്ളൂ. കാരണം നിസ്കരിച്ചാൻ അത്ര വലിയ കഴിവിൻ്റെ ആവശ്യമില്ല. അതങ്ങനെ വെറുതെ പള്ളിക്ക് പോയി കൊടുത്താൽ നിസ്കാരം നടക്കും. പക്ഷെ സ്വതക്കാണ് കൊടുക്കണം. ഈ 10 റുപ്യേൻ്റെ കാര്യമില്ലട്ടി പറയണേ. ഈ ചീഞ്ഞ 10 റുപ്യ പേഴ്സ് നിർത്തി കൊടുക്കണ സ്വതക്കല്ലേ ഈ പറയണേ. മനസ്സിക്കണ് മുറിവാണ് സ്വതക്കുണ്ട്. നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു സാധനം പോയിട്ടുള്ളൊരു സ്വതക്കുണ്ട്. അപ്പം ചില ആൾക്കാർ ചോദിച്ചു, ഒരാൾ മുമ്പ് ചോദിച്ചാണ്, ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരാൾ ചോദിക്കണം എന്താ അറിയോ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ലക്ഷങ്ങളുണ്ട്, അത് ഞാൻ തരാൻ തയ്യാറാണ്. പക്ഷെ എന്താ അറിയോ, ലോകാവസാനം വരെ ജാരിയായി നിൽക്കുന്ന ഒരു സംഭവങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ, ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനമോ, അതല്ലെങ്കിൽ അങ്ങനത്തെ ലോകാവസാനം വരെ എനിക്ക് ഖബറിലേക്ക് ഇങ്ങനെ കൂലി കിട്ടിക്കൊണ്ടിരിക്കണ എന്തെങ്കിലും ഒരു സാധനം, പള്ളി പറ്റില്ല, പള്ളി മുമ്പ് വേറെ ഉണ്ടാക്കിയാണ്, പള്ളിയല്ലാത്ത എന്തെങ്കിലും ഒരു സാധനങ്ങൾ പറയുകയാണെങ്കിൽ ബോധ്യപ്പെട്ടാൽ ഞാൻ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യും. എന്ത് സ്വർഗത്തിനു വേണ്ടി അല്ല, വേക്കൊരു താല്പര്യമില്ലേക്ക്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മളെ അടിയോടെ ജീവിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്വതക്കണ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് എന്താ അറിയോ, അത് ബുർഹാനാണ്. മതമുണ്ട്, അള്ളണ്ട്, ഞാൻ മുസ്ലിമാണ് നിന്റെ തെളിവാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരണം. നമ്മൾ ഇങ്ങനെ എന്താ വെച്ചാൽ മതത്തിൻ്റെ പുറംപൂച്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു സൗന്ദര്യം നമ്മൾ ആസ്വദിക്കില്ല. ഇതിൻ്റെ എല്ലാ ഇടങ്ങേറും നമ്മൾ ഏറ്റി നടക്കുകയാണ്. 5 നേരം നിസ്കരിക്കണം, നോൽമ്പ് വെൽക്കണം, ആകെ ഒരു ഇടങ്ങേറ് പിടിച്ച ജീവിതം. എന്നാലോ ഇതിൽ മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കണ, ഞാൻ പറഞ്ഞേ നേരത്തെ പറഞ്ഞ മുൻഗാമികളായ സലഫുകളും ഇമാമിയങ്ങളും ഈ പണ്ഡിതന്മാരും എല്ലാം അവരൊക്കെ ഈ എഴുതിയ ഈമാനിനെ പറ്റി എഴുതിയ കിതാബിലൊക്കെ അവരതിന് വർണ്ണിക്കുന്ന അവരുടെ മനസ്സിൻ്റെ സന്തോഷവും ആനന്ദവും. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി ജീവിച്ചത് ജയിലിൽ ജീവിച്ചപ്പോഴാണ്. ജയിലിൽ ജീവിച്ചപ്പോൾ. അപ്പം അങ്ങനെ ആ ഒരു തലത്തിലേക്ക് അവരെത്തിയെന്നാണ്. അവർ അള്ളാഹിനെയും റസൂലിനെയും ജീവിതത്തിൽ ഹൃദയത്തിൽ ഒന്നാമത് സ്ഥാനം കൊടുത്തിരുന്നു. ഇവിടുത്തെ ഈ ദുന്യാവിൽ എന്തെങ്കിലും കുറച്ച് സമ്പാദ്യങ്ങളോ ഏറ്റക്കുറച്ചിലുകളോ അനുസരിച്ചിട്ടല്ല ജീവിതം തന്നെ. പടച്ചോൻ്റെ തൃപ്തി നേടുക എന്നുള്ളതാണ്. അത് കിട്ടാൻ ഞാനറിയില്ല, ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ആ മഅയ്യത്തിൻ്റെ ബോധം, ആ ബോധം കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ, ഒന്ന് ഏറ്റവും നമ്പർ 1 അള്ളാഹും റസൂലാണ്. ഒരു വീടുണ്ടാക്കണം, ഒരു മാർഗ്ഗമില്ല, കഷ്ടപ്പാടാണ്, ചെറിയൊരു ജോലിയാണ്. അതിലിപ്പോൾ വീടുണ്ടാക്കുക എന്തായാലും ഇപ്പോൾ ഒരു സ്ഥലം വാപ്പാക്കുമാർ സമ്പാദ്യമായിട്ട് അനന്തരമായിട്ട് ഒന്നുമില്ല, എല്ലൊക്കെ വിട്ട് പെങ്ങന്മാരെ കെട്ടിച്ചു, ഗൾഫിൽ നിന്ന് ഇപ്പോൾ പോകുന്നു, ഇനി ഒന്നുമില്ല, വീടുണ്ടാക്കിയിട്ടില്ല, എന്ത് ചെയ്യും? ചെറിയൊരു ജോലിയുണ്ട്, അതിനിങ്ങനെ മാസം അടവടച്ചാൽ ബാങ്കിൽ നിന്ന് ചെറിയ പലിശക്ക് ലോൺ കിട്ടിയാൽ ഒരു വീട് വെക്കാൻ പറ്റും. അതൊക്കെ ഒരു പലിശയാണോ? ആ ചോദ്യം ചോദിക്കണ കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ തോന്നും. സത്യത്തിൽ പലിശയോട് പ്രയാസം ഉണ്ടെങ്കിൽ വീട് വെക്കാൻ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ പടച്ച ഒരു തെറ്റായിട്ട് കാണോ? മതത്തിൻ്റെ നിയമങ്ങൾ അത് ആ പറയുന്ന ആൾ പറയണത് അറിയോ, അതൊരിക്കലും ഞാൻ പലിശ അല്ല എന്ന് പറഞ്ഞിട്ടല്ല എടുക്കണേ. പക്ഷേ എൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കണ്ടിട്ട് പടച്ചോ എനിക്ക് പുറത്തു തരും, അത്രയും പ്രയാസത്തിലാണ് ഞാൻ. അങ്ങനെ പലിശ ലോൺ എടുക്കുന്ന ആളുകളുണ്ട് ബാങ്കിൽ നിന്ന്, തെറ്റ് തന്നെയാണ്. എന്നാലും സഹോദരങ്ങളെ, അത് തെറ്റാണെങ്കിലും ആ മനസ്സുണ്ടല്ലോ, ഏത് ആ ഒരു മനസ്സിന് അങ്ങനത്തെ ആളുകളെ നമുക്ക് സഹായിക്കാൻ കഴിയാം. അപ്പം അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അള്ളാഹ് കൂടെ. ഇതൊക്കെ ആണെങ്കിലും ഞാൻ പലിശക്ക് പൈസ എടുത്തിട്ട് വീട് വെക്കൂല, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കൂല. ഒരു കുടിലിൽ ജീവിക്കേണ്ടി വന്നാലും എൻ്റെ മക്കളെ കല്യാണം നടക്കാതെ പോയാലും പലിശമ്മ ഞാൻ തൊടൂല എന്നുള്ളത് അത് ജീവിതത്തിലൊരു നിലപാടാണ്. ആ നിലപാടിലേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്താ അറിയോ, ആ റബ്ബിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ വരണം. ആ തോന്നൽ വരാത്ത എന്താ വെച്ചാൽ, സൂറത്തു ബനൂ മാഇദയിലൊരായത്തുണ്ട്. അതായത് ബനൂ ഇസ്രായേലിനോട് അള്ളാഹ് പറയണം, ബനൂ ഇസ്രായേലിനോട് അള്ളാഹ് പറയണം എന്താണ് ആ മയ്യത്ത് കിട്ടാനുള്ള മാർഗം. നമ്മളെപ്പം പടച്ചോണ്ട് എന്ന് നമുക്കൊരു തോന്നൽ വരണമെങ്കിൽ അതിന് പടച്ചോൻ കുറച്ച് കാര്യം പറഞ്ഞു. അത് ബനൂ ഇസ്രായേലിനോട് പറഞ്ഞ കാര്യം സൂറത്തു മാഇദയിലെ 12-ാമത്തെ ആയത്തുണ്ട്. അത് ബനൂ ഇസ്രായേലിനോട് പറഞ്ഞതാണെങ്കിലും നമുക്കതിൽ വലിയ പാടുണ്ട്. എന്താ അറിയോ, വഖാല അള്ളാഹ് പറഞ്ഞു, ഇന്നി മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആരാ? ബനൂ ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ട്. അത് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്തിനാ? നമ്മളിപ്പോൾ ഒന്നുണ്ടാവും, ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ മതി. എന്താണ്? ലഇൻ അഖംതുമുസ് സ്വലാത്ത. ഇനി വളരെ ശ്രദ്ധിക്കട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞു, ഒന്ന് അള്ളാഹിലുള്ള വിശ്വാസം, ശിർക്കില്ലാത്ത വിശ്വാസം. രണ്ടെന്താ? രണ്ടിനകത്ത് പറഞ്ഞാൽ അള്ളാഹ് ഏതിനേക്കാളും പ്രിയപ്പെട്ടത് പടച്ചോൻ. അതുകൊണ്ട് ആര് ചീത്തറിനാലും, ഉമ്മ ദേഷ്യപ്പെട്ടാലും, വാപ്പ ദേഷ്യപ്പെട്ടാലും, കെട്ടിയോ ദേഷ്യപ്പെട്ടാലും നമുക്ക് പ്രശ്നമല്ല. കാരണം നമ്മൾ സ്നേഹിക്കണ മൂപ്പരല്ല, അള്ളാഹിനെയാണ്. മൂപ്പരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബിനാണ്. ഇപ്പോൾ യുദ്ധത്തിൽ ഒരു കുട്ടീനെ നഷ്ടപ്പെട്ടിട്ട് ഒരു ഉമ്മാക്ക് ആ കുട്ടീനെ തിരിച്ചു കിട്ടിയപ്പം ആ കുട്ടീനെ നെഞ്ചോട് ചേർത്ത് വെച്ച് സന്തോഷിക്കുന്ന ഉമ്മാനെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചെന്താ, ആ ഉമ്മാക്ക് ആ കുട്ടീനോടുള്ളതിനേക്കാൾ സ്നേഹം ഒരടിമയോട് അള്ളാഹുവിനുണ്ട് എന്നാണ്. അപ്പം നമ്മളെ അള്ളാഹ് അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിനെ. അപ്പം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കൈപ്പേറിയത് സംഭവിച്ചാലും
അത് പടച്ചോൻ്റെ ഒരു കദറാണ്. അത് ഞാൻ അൽഹംദുലില്ലാ എനിക്ക് സന്തോഷമുള്ളതിൽ പടച്ചോ അങ്ങനെ നോക്കുകയാണ്. ഞാൻ തൃപ്തി അടഞ്ഞിട്ടില്ലേ, എനിക്ക് പടച്ചോനോട് ചെറിയൊരു ദേഷ്യം ഉണ്ടോ എന്ന് പടച്ചോൻ നോക്കുകയാണ്. ഇല്ല പടച്ചോനെ എനിക്ക് ദേഷ്യമല്ല. ആ ഒരു നിലപാടിലേക്ക് വന്നാൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. രണ്ടാമത്തത് ഈ ഒരു മഴയത്ത് കിട്ടാനുള്ള ലഇൻ അഖംതുമുസ്സലാത്ത, അള്ളാഹ് പറയണേ നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാകുക, നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം എന്നല്ല പറഞ്ഞത്. നിസ്കാരം നിലനിർത്തുന്നവരെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ തഫ്സീർ പണ്ഡിതന്മാർ എഴുതിയാൽ കാണാം. നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചലല്ല. അതിലെന്തുണ്ട്? നിസ്കാരത്തിൻ്റെ ഫർളും സുന്നത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നിസ്കരിച്ച് നെഞ്ചത്താണ് കൈകെട്ടിയത് എന്ന് സഹീഹായ ഹദീസിൽ ഇബ്നു ഖുസൈമൻ്റെ ഹദീസിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ നെഞ്ചത്ത് തന്നെ കൈയ്യട്ടേണ്ടി വരും. അങ്ങനെ നബി പഠിപ്പിച്ചതുപോലെ നിസ്കരിച്ച. പിന്നെ നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും കൈയ്യട്ടലും മാത്രമല്ല, നിസ്കാരത്തിൻ്റെ ആന്തരികമായ ഏറ്റവും വലിയ ഖുശൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ട്. ആ ഖുശൂ കിട്ടണം, അപ്പോഴേ നിസ്കാരം ശരിയാവുള്ളൂ. വെറും ഫർളും സുന്നത്തും മാത്രം നോക്കിയാൽ പോരാ. അതാണ് പലപ്പോഴും ആളുകൾക്കില്ലാത്തത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിന് നിസ്കരിക്കാൻ വരിക എന്നുള്ളൊരു ബോധം വേണം. ആരെ മുമ്പിലാണ് നിൽക്കാൻ നിൽക്കണം എന്നുള്ളൊരു ബോധം വേണം. നിസ്കാരത്തിൽ എന്തൊക്കെ ചെല്ലണം? വലാ തഖ്റബുസ്സലാ, നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. വ അൻതും സുകാറ, മത്തന്മാരായിക്കൊണ്ട്. മദ്യം നിരോധിച്ചതിൻ്റെ ആദ്യം ഘട്ടം ഘട്ടമായി നിരോധിച്ചപ്പോൾ മദ്യപിച്ചുകൊണ്ട് നിസ്കാരത്തിന് വരരുത് എന്ന് വിലക്കിക്കൊണ്ട് സൂറത്തു നിസായിൽ ആയത്തുണ്ട്. എന്ത്? കള്ളുടിച്ചാണ്ട് നിസ്കരിച്ചാൻ വരരുത്. ഒറ്റ വാക്ക് പറഞ്ഞാൽ കള്ളുടിച്ചാണ്ട് എന്ത് ചെയ്യരുത്? നിസ്കരിച്ചാൻ വരരുത്. ആദ്യം പറഞ്ഞാണ്. കാരണം എന്താ? കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതേപോലെ നമ്മളെ പല ആളുടെയും നിസ്കാരം കള്ളുടിച്ച നിസ്കാരമല്ലേ. നമ്മൾ പറയണത് എന്താ നമ്മൾ അറിയണ്ടോ? അപ്പം അങ്ങനത്തെ ഒരു നിസ്കരിച്ചേണ്ടെന്നാ പറയണത്. അങ്ങനത്തെ ഒരു നിസ്കാരം പടച്ചോനും വേണ്ട. അപ്പം അതും കൂടി പരിഗണിച്ച് റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി അള്ളാഹിൻ്റെ പോലെ സംഭാഷണമാണ് നിസ്കാരം. ചില ആൾക്കാർ നിസ്കരിച്ചാൻ വരുന്ന കണ്ടാൽ തന്നെ ഒരു കള്ളിത്തുണി എടുത്തുണ്ടാവും, മുത്തൂട്ടിൻ്റെ ആ മഞ്ഞ ടീഷർട്ട് ഇട്ടുണ്ടാവും. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന പന്തൽച്ചാർ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടീഷർട്ട് മുത്തൂട്ട് നെയ്തിയ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പലിശ കമ്പനിക്കാരാണ് അവർ. മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ നിന്ദ്യമാണ് എന്ത്? പലിശ എന്ന് പറഞ്ഞാൽ. അതിനേക്കാൾ മോശമാണ് പലിശ. എന്നിട്ടോ ഓൻ്റെ ടീഷർട്ട് ഇട്ട് മഞ്ഞ ടീഷർട്ട് ഇട്ടുകാണ്ട് ഒരു കള്ളിത്തുണി എടുത്താണ് സുബൈക്ക് അല്ലാഹു അക്ബർ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ ആയത്താണ്. അലങ്കാര വസ്ത്രങ്ങൾ ആരാധനാ വേളകളിലാണ് അളയേണ്ടത്. ഉള്ളിക്ക് ഏറ്റവും നല്ല ഇട്ട് വരണം നിസ്കരിച്ച് അള്ളാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ ഒരു ബോധം നിസ്കരിച്ചുമ്പോൾ വേണം. അങ്ങനെ നിസ്കാരം തന്നെ എന്താ? കോൺവെർസേഷനാണ്. നമ്മൾ പടച്ചോണൊന്നുമല്ല, കമൻ്റാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ പറയുമ്പം അള്ളാഹ് 7 ആകാശങ്ങൾക്ക് 3 കമൻറ്റ് പറയാണ്. ഹമിദനി അബ്ദി. അങ്ങനെ ഇടക്കിടക്ക് ഫോൺ എടുത്ത് നോക്കുക. നിസ്കാരം കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ കൂടി ആൾക്കാർ ചെല്ലൂല. അപ്പം എടുത്ത് നോക്കണം. എന്താ? വാട്സപ്പിൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും വന്നോന്നാ. എന്നിട്ട് ആരെങ്കിലും നമ്മളിട്ട പോസ്റ്റിന് വല്ല കമൻറ്റ് ഇട്ടാൽ എന്തൊരു സന്തോഷം അറിയോ. പടച്ചോമ്പടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോൾ 7 ആകാശത്തിൻ്റെ മേലെന്ന് ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എന്ന് കമൻറ്റ് പറയുമ്പോൾ ഒരു സന്തോഷമില്ല മനസ്സിൽ. അപ്പം അതേപോലെ ഓരോ ഫാത്തിഹയിലെ ഓരോ ഡയലോഗിനും അള്ളാഹുവിൻ്റെ തിരിച്ചുള്ള എന്തുണ്ട്? തിരിച്ചുത്തരമുണ്ട്. ഹമിദനി അബ്ദി അർറഹ്മാനി റഹീം അസ്നാ അലയ്യ അബ്ദി മാലിക് യൗമിദ്ദീൻ മജ്ജദനി അബ്ദി ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ എന്താ? കോൺട്രാക്റ്റാണ്, അഗ്രിമെൻ്റ് ഒപ്പിടാണ്. അഗ്രിമെൻ്റ് ഒപ്പിട്ടാൽ എന്താ? ആധാരം നമ്മളെ കയ്യിലായ പെര നമ്മളതാവും, സ്വത്ത് നമ്മളതാവും. എന്താണ് ആധാരം? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. കോൺട്രാക്റ്റാണ്. ഞാൻ ഇന്നെ ആരാധിക്കുള്ളൂ, എന്നോട് സായം തൊടുള്ളൂ. അപ്പം എന്താ? അഗ്രിമെൻ്റ് സൈൻ ചെയ്താൽ പിന്നെ ഫുള്ള് ഡൗൺലോഡാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഏറ്റവും സന്മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കണേ, അതിൽ ജീവിക്കാനുള്ള തൗഫീക്ക് തരണേ, അതിൽ കടന്ന് ഈമാനോടെ മരിക്കാനുള്ള ഒരു തൗഫീക്ക് ഉണ്ട്. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതിലും വലിയ പ്രാർത്ഥന എന്താ ഉള്ളത്? അതാണ് ചോദിക്കണം. അപ്പം പടച്ചോൻ്റെ മേലെ നിന്ന് ഡയലോഗ് ഉണ്ട്. എന്താണ്? എൻ്റെ അടിമക്ക് ചോദിച്ചു നോക്കാൻ കൊടുത്തതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ആ മാർഗ്ഗം എന്താ? സിറാത്തുൽ മുസ്തഖീമിൻ്റെ മാർഗ്ഗം അങ്ങനെ ഇരുട്ടുകൂടിയ മാർഗ്ഗമല്ല. ലൈലുഹാ കനഹാരിഹ എന്നാണ്. അതിൻ്റെ രാത്രി പകൽ പോലെ പ്രശോഭിതമാണ്. അത്രയും വിശാലമായ ഇസ്ലാമിൻ്റെ രാജമാർഗം. സലഫുകൾ ഇമാമുകളൊക്കെ രചിച്ച ഒരു വിശാലമായ കൺഫ്യൂഷൻ ഇല്ലാത്ത ഇസ്ലാമിൻ്റെ സലഫി മൻഹജിൻ്റെ പാതുണ്ട് ഈ സിറാത്തുൽ മുസ്തഖീം. എന്നിട്ടോ ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഒരു വഴി ചോദിച്ചാൽ നമ്മൾ പറയും ഇങ്ങനെ പോയാലേ വലത്തേക്ക് റോഡുണ്ട്, പക്ഷേ അതിൻ്റെ മുമ്പ് ചെറിയ റോഡുണ്ട്, അതിൽ പോകണ്ടറിയില്ല അല്ലേ? ഒരു വഴി ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കില്ല. ചിലർ ഇങ്ങനെ പോയാൽ വലത്തേക്കുള്ള ഫസ്റ്റ് റൈറ്റാണ്, പക്ഷേ ചെറിയൊരു റോഡ് വേറെ ഉണ്ട് റൈറ്റിക്ക്. ചിലപ്പോൾ അതിൽ പോകണ്ടായിരിച്ചിട്ട് അതിൽ പോകണ്ടോ പറയും. അതേമാതിരി പഠിച്ച എത്ര കൃത്യമായിട്ടാണ് ഇതിനെ സിറാത്തുൽ മുസ്തഖീം പഠിപ്പിച്ചതാണ്. സിറാത്തുൽ മുസ്തഖീം എന്താ? വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. 2 കൂട്ടർ തെറ്റിപ്പോയിണ്. ഒന്നാരോ ഒന്നൊക്കെ തേഞ്ഞ് പഠിച്ച് തേഞ്ഞുകാണ്ട് ഇതൊന്നും ചെയ്യാതെ പോയ ആൾക്കാർ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹിനെ അനുസരിക്കാതെ പോയ ആൾക്കാർ. മറ്റേത് പഠിക്കാൻ തന്നെ മെനക്കെടാത്ത ആൾക്കാർ, മനസ്സിലാക്കാൻ തന്നെ ശ്രമിക്കാത്ത ആൾക്കാർ. ക്രിസ്ത്യാനി വലദ്ദാലിൻ. ഇതിങ്ങനെ ക്രിസ്ത്യാനി ജൂതൻ മാത്രമേ അർത്ഥമല്ല ഇതിന്. കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കാത്തവരെ കയ്യിൽ പെടും. അള്ളാഹിൻ്റെ ഗളബുണ്ടാവും. ഇത്രയും വ്യക്തമായിട്ട് പറയുമ്പം നമ്മൾ മലക്കൂടെ ഒരുമിച്ച് ആമീൻ പറയണം. അപ്പം അള്ളാഹ് പറയും എൻ്റെ അടിമ ചോദിച്ചൊക്കെ ഞാൻ അവന് കൊടുക്കും. ഈ ഒരു ബോധത്തോടു കൂടെ ഒരു ഫാത്തിഹ ജീവിതത്തിൽ ഓതിയാൽ പോലെ സഹോദരനെ മാറ്റം ഉണ്ടാവും. 17 ഫാത്തിഹ ഓതണം എന്നാണ്. 17 ഫാത്തിഹ.
അങ്ങനെ 17 ഫാത്തിഹ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് നെഞ്ചത്ത് കൈവെട്ടിയിട്ട് അല്ല ഓരോ ഡയലോഗ് നമുക്ക് കമൻറ്റ് പറയുന്ന രൂപത്തിൽ ആത്മാർത്ഥയുടെ ഫാത്തിഹ 17 പ്രാവശ്യം ഓതിയാൽ മരിച്ചുമ്പോൾ ആശ്വാസമാണ്. ആ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് പരീക്ഷയ്ക്ക് പോകുള്ളത്. സാധാരണ പരീക്ഷ യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുമ്പോൾ നമ്മൾ ചോദിക്കും ഇന്ത്യയിൽ ആരാ ചോദിക്കും. കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്നൊരു പരീക്ഷൻ്റെ ആളുണ്ടാവും, നമ്മളെ കോളേജിലൊരു സാറുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ചോദിക്കാരാ നമ്മളെ സാർ ആരായിരിക്കണം. കാരണം നമുക്ക് പരിചയമുള്ള സാറാണെങ്കിൽ എത്ര ഉത്തരം തെറ്റിയാലും നമ്മൾ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ മൂപ്പർക്ക് അറിയാം അപ്പോൾ ആൾ ടെൻഷൻ അടിച്ച് തെറ്റിയതാണ്. ഇപ്പോൾ ചോദ്യം ചോദിച്ചു വൈവുണ്ടാവും, അതിൽ തെറ്റുമ്പം ടെൻഷനോട് തെറ്റിയതാണെങ്കിൽ നമ്മളെ ഉസ്താദിനെ അറിയാലോ നമ്മൾ നല്ല പഠിച്ച കുട്ടിയാണ്. അപ്പം അതേപോലെ നോക്കി അള്ളാൻ്റെ ഈ ഒരു ദിവസം 17 പ്രാവശ്യം സംഭാഷണം നടത്തുന്ന ആ അള്ളാൻ്റെ മുമ്പിക്കാണ് നമുക്ക് വിചാരണക്ക് ചെല്ലാനുള്ളത്. നമുക്ക് പ്രതീക്ഷല്ലേ 17 വട്ടം ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിച്ചിട്ട് അത് തരാത്തൊരു പടച്ചോൻ കാരുണ്യവാനാണോ? അപ്പം അങ്ങനെ നമ്മളെ ഫാത്തിഹ എവിടെ നമ്മളെന്തോ കെട്ടി എന്തോ ചെല്ലി എത്ര റക്കാത്ത് നിസ്കരിച്ചെന്ന് അറിയില്ല. എന്നിട്ട് അപ്പുറത്തുള്ളവന് ഒപ്പം കൈയൊട്ടി എത്ര റക്കാത്ത് നിസ്കരിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് പിന്നെ നമ്മൾ പൂർത്തിയാക്കുക. കാരണം നമുക്കതറിയില്ല എത്ര റക്കാത്തായി, നമ്മളെപ്പോഴാണ് കൂടിയെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു നിസ്കാരത്തൊരു ബോധമല്ലാത്ത നിസ്കാരം. നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഒന്നാമത്തെ കണ്ടീഷനാണ് അള്ളാന്റെ മഴയത്തുണ്ടാണെങ്കിൽ. രണ്ടാമത്തത് എന്താണ്? സക്കാത്ത് നൽകുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സക്കാത്ത് മാത്രമല്ല, സ്വതക്കെ കയ്യിൽ പെടും. അപ്പം അങ്ങനത്തെ ആ ഒരു മനസ്സ്, നേരത്തെ പറഞ്ഞ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാഹിന്റെ ഒരു മനസ്സ്, അതുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. മൂന്നാമത്തത് മുർസലീങ്ങളിൽ വിശ്വസിക്കാൻ എന്താ? ഞാൻ നബിയിൽ വിശ്വസിച്ചു ഹൃദയത്തിൽ ഉണ്ടായാൽ മതിയോ? ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായ സഹോദരങ്ങളെ, താടി ഹൃദയത്തിലല്ല വരിക, താടി മോത്ത വരിക. എന്നും സേവ ചെയ്യണ ആൾക്കാർ ഇതൊക്കെ കേട്ടിട്ടു അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നോ? ഇമാം ഹസനുൽ ബസരി പറഞ്ഞെന്തറിയോ? ഞാൻ അള്ളാഹിനെ സ്നേഹിക്കണം. ഐ ലവ് അള്ളാഹ് സ്റ്റിക്കർ ഉണ്ട്, കാറിൽ ഫോണിൽ വീട്ടിലൊക്കെ സ്റ്റിക്കറാ ഐ ലവ് അള്ളാഹ്. ഓനുള്ള പരീക്ഷണായത്ത് ആയത്തുൽ ഫിത്ന എന്നാ പറഞ്ഞത്. ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇടക്കിടക്ക് പറയണമുള്ള ഫിത്നയാണ് എന്ത്? പരീക്ഷണായത്ത്. എന്ത്? ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റി. അപ്പം മുഹമ്മദ് നബിക്ക് നല്ലൊരു താടി ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലല്ല ഹൃദയത്തിലല്ല താടി വരിക. അങ്ങനെ എക്കോ ചെയ്താൽ കാണൂല താടി മോത്ത വരിക. അപ്പം അങ്ങനത്തെ ഒരു താടി വരല എന്താണ്? അതൊക്കെ മുർസലിങ്ങൾ വിശ്വസിക്കില്ല. വഅസ്സർതുമൂഹും, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തുക, സഹായിക്കുക. മുഹമ്മദ് നബിനെ സഹായിക്കാൻ എന്താ സഹോദരങ്ങൾ? എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ സഹായിക്കാൻ? നമ്മൾ എന്ത് സഹായമാണ് നബിമാർക്ക് വേണ്ടത്? ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ പരിഹസിക്കുന്നു. താടിനെ പരിഹസിക്കുന്നവരുണ്ട്. പല ഹദീസുകളെയും പരിഹസിക്കുന്ന ആളുകളോട്, അറിവില്ലായ്മ കൊണ്ട് പരിഹസിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ആ അറിവില്ലായ്മകൾക്ക് വെളിച്ചം നൽകിക്കൊണ്ട് അത് മാറ്റാൻ ഇവിടെ ഹദീസ് സെമിനാർ നടത്തുന്നത്, അല്ല ഇവിടെ സംഘടനക്കാരുണ്ടാക്കാനുള്ള ഹദീസ് സെമിനാർ നടത്തുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിഹരിക്കപ്പെടുന്ന സുന്നത്തുകളുടെ സത്യാവസ്ഥ ഇത് ആ പരിഹാസം പോകാൻ വേണ്ടി അറിവ് നൽകിക്കൊണ്ട് ആ ഒരു തിരിച്ചറിവുണ്ടാകാനുള്ളത്, അതിനെ ശക്തിപ്പെടുത്തുക. അല്ലാതെ വേറെന്ത് സഹായമാണ് ഇവിടെ അമ്പിയാക്കന്മാർക്ക് വേണ്ടത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രവാചകന്മാരുടെ ചര്യകളെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് അത് പ്രബോധനം ചെയ്തുകൊണ്ട് അത് വിളംബരം ചെയ്തുകൊണ്ട് ഈ പ്രവാചകന്മാർക്ക് ശക്തി നൽകുക. അപ്പോഴോ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ കടം കൊടുക്കുക, അള്ളാഹിന്റെ മാർഗത്തിൽ സമ്പാദ്യം ചെലവഴിക്കുക. അത് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. പാപങ്ങൾ പുറത്തു തന്ന് ഏറ്റവും വിശാലമായ സ്വർഗ്ഗ പൂന്തോപ്പുകളിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ്. അതിനു വേണ്ടിയല്ല നമ്മൾ ഈ 10-70 കൊല്ലം പ്രയാസപ്പെട്ട് ജീവിക്കുന്നത്. ഇതൊക്കെ അള്ളാഹ് തരും. പുറമെ ആ ജീവിക്കുമ്പോൾ കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ മതത്തിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിൻ്റെ തണലിങ്ങനെ നിൽക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് 2 സ്വർഗമുണ്ട്. ഒന്നാമത്തെ സ്വർഗം ദുന്യാവ് തന്നെയാണ്. ഇവിടെ ഈ വിഭവങ്ങളുടെ ആധിക്യമല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ. സുഖം എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധികളിലും റബ്ബ് കൂടെയുള്ള മനസ്സിന്റെ ഒരു വലിയ വെളിച്ചം, അതാണ് അന്നൂർ. ഖുർആൻ നൽകുന്ന വെളിച്ചതാണ്. ഖുർആൻ പഠിക്കുമ്പോൾ കിട്ടുന്ന വെളിച്ചതാണ്. അള്ളാഹിന്റെ പാശമാണ്. അബ്ദുല്ലാഹിൽ മംദൂദ്, ആകാശ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇട്ട അള്ളാഹുവിന്റെ കയറാണ് വിശുദ്ധ ഖുർആൻ. അതിൽ എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും പരിശ്രമിച്ചാൽ അള്ളാഹു അവന്റെ വഴികളിലേക്ക് ഹിദായത്ത് നൽകും. അപ്പൊ അതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ഒരു മാർഗത്തിൽ നിന്ന് ഇത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു മാനസിക നിലവാരത്തിലേക്ക് നമ്മൾ വരണം. അറിവില്ലാത്തതുകൊണ്ടല്ല, ഒരു തർബിയത്തും ആ ഒരു ബോധം നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ്. ഇതുണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞു പോയ മുൻഗാമികളായ പണ്ഡിതന്മാരും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സലഫുകളായ ഇമാമുകളൊക്കെ ജീവിതത്തിൽ ആസ്വദിച്ച വലിയൊരു ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ തലമുണ്ട്. ഏത് പ്രതിസന്ധികളും ഒരു തണലായി നിൽക്കുന്ന ഈ മതം, അത് കിട്ടണമെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മളെ വിശ്വാസവും കർമ്മങ്ങളും വരണം.
വിശ്വാസം മലീമസമാക്കി, ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും മലീമസമാക്കി, കർമ്മങ്ങളിൽ ഏത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിലെ ഇബാദത്ത് ചെയ്യാനുള്ള സൽക്കർമ്മങ്ങൾ, ഏത് അവസരങ്ങളും, സൽക്കർമ്മങ്ങൾ കിട്ടുന്ന ഏത് അവസരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറുക. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ, അള്ളാഹുവിൻ്റെ വിശാലമായ മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും. അപ്പം നമുക്ക് എന്തൊക്കെ ഇവിടെ സംഭവിച്ചാലും ഒരു കുലുക്കുണ്ടാവില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ ഒരു പരീക്ഷ, നമ്മൾ ജീവിക്കുന്നതിന് അപ്പുറത്ത് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ പോലെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു കക്കൂസിനെ എങ്ങനെ കാണാം? ആരെങ്കിലും കക്കൂസായിട്ട് നടക്കല്ലോ യാത്ര ചെയ്യുമ്പോൾ? ഒരു ആവശ്യം വരുമ്പോൾ അത് തരും, അത് കഴിഞ്ഞാൽ അത് മറക്കും. അത്രേ ഉള്ളൂ കക്കൂസിനെ പറ്റി, അത്രേ ഉള്ളൂ ദുനിയാവ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൽക്കർമ്മങ്ങളിൽ മുന്നേറി നാളെ അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ, വിചാരണയും ശിക്ഷയും കൂടാതെ ആ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.